നമസ്കാരം. ആദ്യമേ എല്ലാവർക്കും ഇന്ന് നമ്മളുടെ ഈ പ്രസ് മീറ്റിന് നിങ്ങളെല്ലാവരും ഇവിടെ വന്നതിന് ഒരുപാട് നന്ദി പറയണം. ഇതാണ് ഫസ്റ്റ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഫ്രം ദ ടീം ഓഫ് മലയാളി ഫ്രം ഇന്ത്യ. ഇന്ന് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് ബേസിക്കലി നിങ്ങൾക്കറിയാം, നമ്മുടെ പ്രൊമോഷൻ കണ്ടൻസ് ആയാലും അങ്ങനത്തെ പലതും വന്നു. പിന്നെ അതിനുശേഷം ഇന്നലെ നമ്മളൊരു ടീസർ വന്നു, ഓൾഡ് മലയാളി ആയിട്ടും ഇങ്ങനത്തെ എല്ലാം വന്നു. നാളെ സിനിമ ഇറങ്ങുകയാണ്. അപ്പോൾ അതിലാദ്യം പറയാനുള്ളത് നാളെ ഒരു ബുധനാഴ്ചയാണ്. ബുധനാഴ്ച നമ്മുടെ സിനിമ ഇറങ്ങുകയാണ്. അപ്പോൾ അത് ഒന്ന് നമ്മളെല്ലാവരെയും അറിയിക്കുക എന്നൊരു ഇതുണ്ട്. ബേസിക്കലി ബുധനാഴ്ച സിനിമ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ യൂഷ്വലി നമ്മുടെ ടൈം ഫ്രെയിമിലൊക്കെ എല്ലാം വെള്ളിയാഴ്ചയാണ്. പിന്നെ അത് കുറച്ചങ്ങ് തേഴ്സ്ഡേ എന്ന രീതിയിലേക്കായി. ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു ലോക തൊഴിലാളി ദിനത്തിൽ നമ്മൾ ഫസ്റ്റായിട്ടാണ് May 1 ബുധനാഴ്ച നമ്മൾ സിനിമ ഇറങ്ങുന്നത്. അപ്പോൾ അത് പലരും അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ നിങ്ങളെല്ലാവരും അത് എല്ലാവരിലേക്ക് എത്തിക്കണം. അതാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ പ്രൈമോസ്റ്റ് ആഗ്രഹം. മലയാളി ഫ്രം ഇന്ത്യ എല്ലാവരിലേക്കും ഒന്ന് അറിയിക്കണം. അതാണ് ഫസ്റ്റ് ഇന്ന് വന്നതിൻ്റെ, വേറെ ഒന്നുമല്ല. ഇന്ന് വന്നതിൻ്റെ മെയിൻ വെള്ളിയാഴ്ച നടികർ സിനിമ ഇറങ്ങുന്നുണ്ട്. നമ്മുടെ തന്നെ സുഹൃത്തുക്കളായ ടോബി ജി ഡയറക്ടേഴ്സ് സൗബിനൊക്കെയുള്ള നടികർ റിലീസാണ്. അപ്പോൾ നമ്മളെല്ലാവർക്കും അവരുടേതായ സ്പേസ് ഞങ്ങൾ വെള്ളിയാഴ്ചയല്ല, ഞങ്ങൾ അല്പം ലിസ്റ്റിനാണെങ്കിലും നമ്മളെല്ലാവരും റിസ്ക് എടുത്ത് ബുധനാഴ്ച നമ്മുടെ സിനിമ പ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു റിസ്ക് ഉണ്ട്. പക്ഷെ ആ റിസ്ക് ഞങ്ങൾ നിങ്ങൾക്ക് തരികയാണ്, ഞങ്ങൾ പ്രേക്ഷകർക്ക് തരികയാണ്. ഞങ്ങൾ ബുധനാഴ്ച സിനിമ ഇറക്കുകയാണ്. അപ്പോൾ അത് നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണം. ഇതാണ് ഫസ്റ്റ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ മലയാളി ഫ്രം ഇന്ത്യ എന്ന സിനിമ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാധാരണ ഒരു മലയാളി, അതായത് ആൽപ്പറമ്പിൽ ഗോപി എന്ന് പറയുന്നൊരു സാധാരണക്കാരൻ്റെ സിനിമയാണ്. ഈ സിനിമ ഏകദേശം 2 മണിക്കൂർ 38 മിനിറ്റ് ദൈർഘ്യമാണ്. ഇതിൽ അവൻ്റെ വീടും നാടും നമുക്കെല്ലാവർക്കും നമ്മുടെ ലൈഫിലുള്ളതുപോലെ ചെറിയ ചെറിയ കളിയും അവൻ്റെ പ്രണയവും അവൻ്റെ ചെറിയ വികൃതികളും ചെറിയ കളിയും, എന്നാൽ കളിയിൽ അല്പം കാര്യമുള്ള ഒരു കഥയാണ് മലയാളി ഫ്രം ഇന്ത്യ. ഇത് അതിനുശേഷം നമ്മൾ ഈ സിനിമയിലേക്ക് കൂടുതൽ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ നമ്മൾ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടാവും, അതെല്ലാം അറിയാം, അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് തന്നെ നിൽക്കുന്നത്. അതിന് മുന്നേ തന്നെ ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു, എന്താണ് പ്രൊമോഷന് നിവിനായാലും ധ്യാനായാലും അല്ലെങ്കിൽ അനശ്വര ഇവരുടെയൊക്കെ ഇൻ്റർവ്യൂസ്. ആക്ച്വലി ഷൂട്ടിൻ്റെ തിരക്കിലായിരുന്നു നിവിൻ. ആക്ഷൻ ഹീറോ ബിജു 2 ഷൂട്ടിൻ്റെ ഇടയിലായിരുന്നു. ധ്യാനായാലും ഞാൻ വിളിച്ചതാണ്, പക്ഷെ ധ്യാൻ ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ പറ്റിയില്ല. അപ്പോൾ ധ്യാൻ വന്ന് പ്രോബ്ലി നാളെയോ മറ്റന്നാളോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ PR ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് നമ്മൾ ഇൻ്റർവ്യൂസും എല്ലാം പതുക്കെ വന്ന് ഞാൻ അതിലോട്ട് കിടക്കുകയാണ്, പ്രൊമോഷൻ സൈഡിലോട്ട് കിടക്കുകയാണ്. അത് ആദ്യമായിട്ടാണ് സിനിമ ഇന്ന് തൊട്ട് നമ്മൾ പ്രസ് മീറ്റ് വെച്ചത്. നാളെ സിനിമ ഇറങ്ങിയാണ്. അവിടെ നിന്ന് നമ്മൾ ഇതിൻ്റെ പ്രൊമോഷൻ ആക്ടിവിറ്റീസിലോട്ട് നേരെ കിടക്കും. പിന്നെ നേരം അങ്ങനെ. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിവിൻ എല്ലാവരെയും നമ്മൾ ആൾക്കുണ്ട് അല്ല ബ്രോ. നേരത്തെ മഞ്ജു പറഞ്ഞതുപോലെ, മഞ്ജു പറഞ്ഞപ്പോൾ നിവിനോട് പറയാം, ഞാൻ എവിടെ ഒളിച്ചോടി പോയൊന്നുമല്ല, ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നു നിവിൻ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആക്ച്വലി ഷൂട്ടിൻ്റെ തിരക്കും കാര്യങ്ങളും ആയതുകൊണ്ടാണ്. പക്ഷെ നമ്മൾ മുന്നേ പോയ ഇൻ്റർവ്യൂസിലും എല്ലായിടത്തും ചോദ്യം ഉണ്ടായിരുന്നു, നിവിനും ധ്യാനോടെ. അതാണ് ഞാനിന്ന് പറയുന്നത്. അവരും അനശ്വരയും ക്രിസ്ത്യനും എല്ലാവരും നമ്മളിനി ഒരുമിച്ച് ഈ സിനിമയെ ആസ് എ മലയാളി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പിന്നെ എനിക്ക് ഈ സിനിമയെ പറ്റി നാളെ ഇറങ്ങാൻ പോകുന്ന ചിത്രത്തെ നിങ്ങൾ എന്ത് രീതിയിലെടുക്കും എന്നെനിക്കറിയില്ല. ഇപ്പം നിങ്ങൾ സിനിമ കാണുന്നു, നിങ്ങൾക്കത് ചിലപ്പോൾ ഇഷ്ടമാവാതിരിക്കാം. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ആസ് എ മലയാളി നിങ്ങളെ ഈ സിനിമ നിരാശപ്പെടുത്തിയില്ല. ഇതാണ് എനിക്ക് തരാനുള്ള വാക്ക്. അത് നിങ്ങൾ നാളെ വന്ന് സിനിമ കണ്ട് സിനിമയെ പറ്റി നിങ്ങൾ സംസാരിക്കണം. സിനിമ സംസാരിക്കട്ടെ. താങ്ക് യു. എന്നോടധികം സംസാരിക്കരുതെന്ന് റിജു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അധികം സംസാരിക്കുന്നില്ല. നാളെ സിനിമ കണ്ടെന്നോടത്ത് നമ്മളുടെ സംസാരത്തിന് വലിയ പ്രസക്തിയില്ല.
ലിജോ പറഞ്ഞത് ആസ് എ മലയാളി നിങ്ങൾ ഈ സിനിമ നിരാശപ്പെടുത്തില്ല എന്നാണ്. ലിജോയുടെ തന്നെ വാക്കുകൾ ഞാൻ കടമെടുക്കുന്നു. ആസ് എ മലയാളി, വീണ്ടും പറയുന്നു, ആസ് എ മലയാളി ഈ സിനിമ കണ്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്നും നല്ല കുനിച്ചിറങ്ങേണ്ടി വരില്ല. ലിജോയുടെ തന്നെ വാക്കുകളാണ്, എൻ്റെ സംവിധായകൻ്റെ വാക്കുകളാണ്. ഇത് പറയുമ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഡെപ്ത് എന്താണെന്നും ഗ്രാവിറ്റി എന്താണെന്നും അറിയാത്തവരല്ല ഞങ്ങൾ. ആ കോൺഫിഡൻസ് ഞങ്ങൾക്ക് ഈ ചിത്രത്തിലുണ്ട്, ഓഡിയൻസിലുണ്ട്. ഞങ്ങൾ ഈ സിനിമ മലയാളത്തിൽ മാത്രം ഇറക്കുന്നുള്ളൂ, വേൾഡ് വൈഡ്. ഞങ്ങൾ ഇതിന് മുന്നത്തെ സിനിമ ജനഗണമന 4 ഭാഷയിൽ ഇറക്കി, 4 ഭാഷയിൽ നെറ്റ്ഫ്ലിക്സിൽ ട്രെൻഡിങ് ആക്കിയതാണ്. അവിടുന്ന് നമ്മൾ ഈ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് ഈ സിനിമ മലയാളത്തിൽ മാത്രം മതി എന്നുള്ള ഞങ്ങളുടെ തീരുമാനത്തിന് പിന്നിൽ ഈ സിനിമ ഇതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ഒരു മലയാളിക്കേ കിട്ടുള്ളൂ. ആ മലയാളിയുടെ ഭാഷയിൽ തന്നെ വേണം മറ്റ് ഭാഷക്കാരും ഈ സിനിമ കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ സിനിമ വളരെ അഭിമാനത്തോടെ ഞങ്ങൾ ഇറക്കുന്ന സിനിമയാണ്. ഇപ്പൊ ജനഗണമന എന്തുകൊണ്ടാണ് ടൈറ്റിൽ ഇട്ടു എന്നുള്ളത് ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. വെറുതെ ഒരു പ്രൊമോഷണൽ കണ്ടന്റിന് വേണ്ടിയല്ല മലയാളി ഫ്രം ഇന്ത്യ എന്നൊരു ടൈറ്റിൽ വെച്ചിട്ടുള്ളത്. അതുകൂടെ പറയാനാണ്. മലയാളത്തിൽ മാത്രം ഇറക്കുന്നുള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ മലയാളിയെ ഭയങ്കര പൊക്കിയടിച്ചാൽ അവൻ വന്ന് തിയേറ്ററിൽ പടം കാണുന്നു എന്നുള്ള വിദ്യാധാരണയൊന്നുമില്ല. നമ്മളൊക്കെ മലയാളികളാണ്, നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കല്ലോ. അങ്ങനെ ഭയങ്കരമായിട്ട് മലയാളിയെ പൊക്കിയടിച്ചാലൊന്നും അവൻ തിയേറ്ററിൽ വന്ന് പടം നല്ലതാണെങ്കിൽ മാത്രമേ അവൻ പടത്തിന് കൈയടിക്കുള്ളൂ. പക്ഷെ ഇത് ഞങ്ങളുടെ വിശ്വാസമാണ്, ഞങ്ങളുടെ സംവിധായകൻ്റെ വാക്കാണ്. ഈ സിനിമ ആസ് എ മലയാളി നിങ്ങൾക്ക് തിയേറ്ററിൽ വന്ന് തലകുനിച്ച് കൊണ്ടുവരും. ഹലോ, നമസ്കാരം. ഡയറക്ടർ പറഞ്ഞ പോലെ ആരും ഒന്നും മിണ്ടണ്ടെന്നാണ് പറഞ്ഞത്. 10-30 പേരെ നോക്കിയിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഒന്നും മിണ്ടാതിരുന്ന് കഴിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. കാരണം നാളെ സിനിമ ഇറങ്ങാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ ഇന്നലെ ഒരുപാട് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഇന്നലെ ഇതിൻ്റെ ഒരു കുട്ടി ടീസർ ഈ PVന് ഇറക്കിയത്. ഇപ്പം അല്ലാതെ ഇതിനു മുമ്പ് വന്നിട്ടുള്ള കണ്ടന്റുകളെല്ലാം വെച്ച് ഇതൊരു ഭയങ്കരമായ തമാശ പടമാണോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാവും എന്നോർത്തിട്ടാണ് ഇന്നലെ ഡിജോയും നിവിനും ഷാരിസും ഞങ്ങളെല്ലാം കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ഒരു ടീസർ ഇറക്കിയത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഉൾപ്പെടെ എല്ലാവരും PVയും പറഞ്ഞു ഇത് ഇപ്പോഴും പിടികിട്ടിയിട്ടില്ല, ഇത് എന്ത് ടൈപ്പ് സിനിമയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനിയും ഇതിങ്ങനെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല, ഇത് കുറച്ചെങ്കിലും തുറന്നു വിട്ടാലേ ഉള്ളൂ ശരിയാവുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ പ്രസ് മീറ്റ് ഇവിടെ സംഘടിപ്പിച്ചത്. അപ്പം ഡിജോ പറഞ്ഞ പോലെ ഇവിടെ ഇരുന്നിങ്ങനെ ഇവിടെ വന്നിട്ട് സീരിയസ് ആയിട്ടിരിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടിട്ട് അനശ്വര ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിവിൻ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഡിജോ പറയുന്ന കൃത്യമായ ചോദ്യങ്ങൾ ചോദിക്കുക, കൃത്യമായ മറുപടി കൊടുക്കുക, ഇതാണ് ഉദ്ദേശ ലക്ഷ്യം. അപ്പോൾ എന്ത് ചോദിക്കാനുണ്ടെങ്കിലും ധൈര്യമായിട്ട് ചോദിക്കാം. ഡിജോ അതിനെല്ലാം ഷാരിസും പ്രിപ്പയറാണ്. അപ്പോൾ കൊണ്ടിട്ട് കൃത്യമായ ഉത്തരം തരും. നിവിൻ ചിലപ്പോൾ ഒന്നും മിണ്ടിയില്ലെന്ന് വരും, കാരണം ഭയങ്കര അനുസരണയുള്ള ആളാണ്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും മീഡിയ എല്ലാവർക്കും ആദ്യം നന്ദി പറയുന്നു. മലയാളി ഫ്രം ഇന്ത്യ നാളെ ഇറങ്ങുകയാണ്. ഒരുപാട് സന്തോഷമുള്ളൊരു സിനിമയാണ്. മലയാളി എന്ന ടൈറ്റിലൊരു സിനിമ ഒരു മലയാളി നടൻ എന്ന രീതിയിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളത് എപ്പോഴും കിട്ടുന്നതല്ല, എൻ്റെ കരിയറിൽ ആദ്യമായിട്ടാണ്. ഇപ്പോൾ ഡിജോയും പറഞ്ഞു, ഷാരിസും എല്ലാം പറഞ്ഞ പോലെ ഒരു മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പടമാണ്. അവൻ്റെ ലൈഫും അവൻ്റെ വീടും കുടുംബവും ചെറിയ പ്രണയവും കൂട്ടുകാരും നാട്ടുപുറവും അവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളും അത് തരണം ചെയ്യുന്നതും ഒരു സാധാരണ മലയാളി കടന്നു പോകുന്ന എല്ലാ ഇമോഷൻസിലൂടെയും ഈ സിനിമയിലെ ക്യാരക്ടറായ ഗോപി കടന്നു പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമാണ്. സിനിമ കണ്ടിരുന്നു, സിനിമ രസമായിട്ട് വന്നിട്ടുണ്ട്, ഇൻട്രസ്റ്റിംഗ് ആണ്. നാളെ ഇറങ്ങിയാണ്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണണം, എൻ്റെ അഭിപ്രായങ്ങൾ പറയണം. താങ്ക് യു.
ഹായ്, എല്ലാവർക്കും നമസ്കാരം. തന്നെ ഇവിടെ വന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. മലയാളി ഫ്രം ഇന്ത്യ ഇപ്പം നാളെ റിലീസാവാണ്, മെയ് 1 റിലീസാവാണ്, ഒരു ബുധനാഴ്ച റിലീസാവാണ്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഞാൻ സെറ്റിലുണ്ടായിട്ടുള്ളൂ, അപ്പം കുറച്ച് ഭാഗമേ ആണുള്ളൂ. പക്ഷേ ഞാൻ കണ്ടെടുത്തോളം ഞാൻ ഒരുപാട് കാണാൻ എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. ഒരു സാധാരണ മലയാളിയുടെ ഗോപി എന്നൊരു യുവാവിനൊരു സിനിമയാണ്. ആളുടെ ലൈഫും ആളുടെ പ്രണയവും ആളുടെ ജീവിതവും ആളുടെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന ഒരു എൻ്റർടൈൻമെൻറ്റ്, ബട്ട് അറ്റ് ദ സെയിം ടൈം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് മലയാളി ഫ്രം ഇന്ത്യ. സോ നാളെ എല്ലാവരും തിയേറ്ററിൽ തന്നെ ഒന്ന് പോയി കാണും. വർക്കിംഗ് ഡേ ആണെന്ന് അറിയാം, ബട്ട് സ്റ്റിൽ തിയേറ്ററിൽ തന്നെ ഇരുന്ന് പടം പോയി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പ്രേക്ഷകർ ആ സിനിമ 2 കൈയോടും ഇരയിൽ നീട്ടി സ്വീകരിക്കും എന്നും പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു. എന്തായാലും ഈ സിനിമയുടെ 4 ക്വസ്റ്റ്യൻസ് ആണ് ഇന്നിപ്പോൾ നമ്മൾ നിങ്ങളെ അഡ്രസ്സ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നാളെ ബുധനാഴ്ച ഇറങ്ങുന്ന സിനിമയ്ക്ക് അതിൻ്റെ വ്യക്തത കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഇന്ന് നമ്മൾ പ്രസംഗിച്ചിട്ടുള്ള ഉദ്ദേശം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾ. ഒരു കാര്യം കൂടെ, ഞങ്ങൾ എൻ്റെ ഡിജിയുടെ ഫസ്റ്റ് പടം ക്വീനാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അന്ന് ആ സിനിമ ചെയ്യുന്ന സമയത്ത് ഒരു ഭയങ്കരമായിട്ടൊരു പുതിയ പിള്ളേരെ വെച്ച് ഞങ്ങൾ പുതിയതൊക്കെ ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ അന്നുണ്ടായിരുന്ന ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പലരുടെ മുഖങ്ങൾ ഇങ്ങനെ ഇവിടെ കാണാൻ പറ്റും, പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന പല മുഖങ്ങളും. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ഭയങ്കര സന്തോഷമുണ്ട് ഈ പടത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. ഞങ്ങളുടെ പ്രാർത്ഥനയാണ് ഈ പടം നന്നായി വരണം എന്നുള്ളത്. ആ പ്രാർത്ഥനയുടെ കൂടെ നിങ്ങളെല്ലാവരും ഉണ്ടാവണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം. വേണ്ടിയിട്ടാണ് ഡിജോ, അതായത് ഇപ്പോൾ താങ്കൾ തന്നെ പറഞ്ഞു, ഇപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ പലപ്പോഴും മലയാളികൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായും സന്തോഷത്തോടെ തിരിച്ചിറങ്ങി വരിക. ഇപ്പോൾ പലതവണ മലയാളി എന്ന് എടുത്തിട്ട് ഇപ്പം ഇതിനു മുമ്പ് ചെയ്ത സിനിമകളായാലും ശരി, ക്യൂനായാലും ശരി, ജനഗണമനയാലും ശരി, അത് അഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. സൊസൈറ്റി നടക്കുന്ന ക്രൈം ആയാലും ജസ്റ്റിസ് ആണെങ്കിലും മലയാളി ഫ്രം ഇന്ത്യയിലും സെയിം കണ്ടന്റ് തന്നെയാണോ? അല്ല, മലയാളി ഫ്രം ഇന്ത്യയിൽ സെയിം കണ്ടന്റ് അല്ല. 2 സിനിമ ക്വീനും ജനഗണമനയിലും ടോട്ടലി ഡിഫറെന്റ്. അല്ല, ഞാൻ പറഞ്ഞതല്ല. ഇപ്പോൾ എല്ലാത്തിനകത്തും ക്യൂനിലായാലും ശരി, ജനഗണമന അത് അഡ്രസ്സ് ചെയ്യുന്ന ഒരു ക്രൈമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സൊസൈറ്റി നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ഒരു പ്രതിഷേധമുണ്ട് അതിനകത്ത്. മലയാളി ഫ്രം ഇന്ത്യയിലും ആ ഒരു ഇതില് പ്രതിഷേധമൊന്നുമല്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇപ്പൊ ക്വീൻ എന്ന് പറഞ്ഞ സിനിമയിൽ അവിടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഏറെക്കുറെ കണക്ട് ചെയ്യാൻ പറ്റും ക്യാമ്പസിൽ പിള്ളേർക്കാണ്, അവർക്ക് ഉണ്ടായൊരു ഇൻസിഡന്റ്. അത് തന്നെയാണ് ഇപ്പൊ ബ്രദർ ചോദിച്ച ചോദ്യത്തിനോട് തന്നെ ഉത്തരം പറയുന്നത്. ക്വീനിൽ അങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റും. ജനഗണമനയിൽ മോർ ഓഫ് നമ്മൾ കണ്ടതുപോലെ കേട്ടതുമായ ഏതൊരു ഇൻസിഡന്റിലേക്ക് ഭയങ്കരമായിട്ടൊരു കണക്ട് ഫീൽ ചെയ്യുന്നു. ഇത് അതുപോലെ ഒരു സാധാരണ മലയാളിക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത് ഞങ്ങളുടെ ആത്മവിശ്വാസമാണ്, കൂടെ പ്രാർത്ഥനയുണ്ട്. കാര്യം ഇത് അതുകൊണ്ട് തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന ടൈറ്റിലേക്ക് ഞങ്ങൾ വെച്ചത്. ജനഗണമന എന്ന് പറയുന്ന ടൈറ്റിൽ വെച്ചപ്പോൾ ആദ്യം പലരും എന്താണ് ഈ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഉദ്ദേശം എനിക്ക് തോന്നുന്നു സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് കുറേ കൂടെ കിട്ടിയത്. അതുപോലെ തന്നെ മലയാളി ഫ്രം ഇന്ത്യ ഞങ്ങളുടെ ആൽപ്പറമ്പിൽ ഗോപിയുടെ കഥയാണ്. ഇത് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും. അവൻ്റെ ആ യാത്ര അല്ലെങ്കിൽ അവൻ്റെ ജീവിതം ഭയങ്കരമായിട്ട് കണക്റ്റബിൾ ആവും എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഇതിന്റെ ടീച്ചർ ഫസ്റ്റ് ഇറങ്ങിയ സമയത്ത് നിവയെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തോ കൃഷ്ണസോങ് ഇറങ്ങിയ സമയത്തോ ഞങ്ങൾ കാണുന്ന എല്ലാ പ്രശ്നം നിവിൻ ധ്യാൻ കോംബോ വരുന്ന ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ചിത്രമായിരിക്കും. പക്ഷെ ഇന്നലെ ഇറങ്ങിയ ഒറ്റ ടീച്ചർ കൊണ്ട് എൻ്റെ ഇത് മാറ്റി. ശരിക്കും ഇത് ഏത് ടൈപ്പ് ജോണർ ചിത്രമാണ്? അല്ല, ഇതാണ് ഇപ്പൊ ബ്രദർ ചോദിച്ച ചോദ്യമാണ് ഞങ്ങൾ ഇന്നലെ ടീച്ചർ വിടാനുള്ള കാര്യം. ഞങ്ങൾ പ്രൊമോ ചെയ്ത സമയത്ത് ഞാനും നിവിനും തമ്മിലുള്ള ഒരു ജിമ്മിലെ സീക്വൻസ് അത് പ്ലാൻഡ് സീനായിരുന്നു. അപ്പോൾ അത് നമ്മൾ ചെയ്തു, ആൾക്കാർ ഭയങ്കര റെസ്പോൺസ് കിട്ടി. പക്ഷെ അതിലും നമ്മൾ ചെറുതായിട്ട് ഹിൻഡ് ചെയ്യുന്നുണ്ട് ഈ സിനിമ അതല്ല. സിനിമയിൽ ചെറിയ കൊച്ചു തമാശകളുണ്ടാവും, കാര്യമുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവൻ്റെ ആ കളിയിൽ അല്പം കാര്യമുള്ള സിനിമയാണ്. അപ്പോൾ പക്ഷേ എനിക്കൊന്ന് പ്രേക്ഷകർ ആ പ്രോമോ കണ്ടപ്പോഴും അല്ലെങ്കിൽ വേൾഡ് മലയാളി ആന്തം കണ്ടപ്പോൾ എല്ലാവരും ആ കളിയിലേക്ക് ഭയങ്കരമായിട്ട് ഫോക്കസ്ഡ് ആണ്. എല്ലാവരും വിചാരിച്ചു ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു ലാഫ് റയറ്റാണ് സിനിമ. അപ്പോഴാണ് ഞങ്ങൾക്ക് അത് ശരിക്കും പറഞ്ഞ പ്രേക്ഷകർ ഞങ്ങൾക്ക് തന്ന ബോധ്യമാണ്. കാര്യം ഞങ്ങൾ എവിടെ ചെന്ന് ചിരിച്ചും അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഇത് അങ്ങനെ അതല്ല. നമ്മൾ ഉദ്ദേശിച്ചത്
കുറേ നാളേക്ക് മുമ്പ് നിവിൻ വേറൊരു സ്ട്രീം ഓഫ് സിനിമ അറ്റംപ്റ്റ് ചെയ്ത് ഭയങ്കര രസകരമായിട്ട് അപ്പോൾ നിവിൻ്റെ ആ തമാശ വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ പറഞ്ഞ പോലെ വർഷങ്ങൾക്ക് ശേഷം വരികയും തിരിച്ച് അതിലോട്ട് വരുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ എല്ലാവരുടെയും പ്രതീക്ഷ കുറേ കൂടെ കളിയിലേക്ക് മാത്രമായി. അപ്പോഴാണ് ഞങ്ങൾ ഇന്നലെ കളിയിൽ അല്പം കാര്യം എന്ന രീതിയിലേക്ക് ആ ടീസർ വിട്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടെ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന എല്ലാവർക്കും ഭയങ്കര ക്ലിയർ ആയിട്ടുണ്ടാവും. അതാണ് ബ്രദർ ചോദിച്ചതിൻ്റെ റീസൺ. നിങ്ങൾ തന്നെ തന്ന റെസ്പോൺസിലാണ് ഞങ്ങൾക്ക് ഒരു തിരിച്ചറിവുണ്ടായി. ഞങ്ങൾ അങ്ങനെ ഒരു ടീസറിലോട്ട് പോവാൻ ഞങ്ങൾക്ക് പറ്റിയത്. അതാണ് അതിൻ്റെ റീസൺ. ഇവിടെ ഇപ്പോ ഈ എല്ലാവരും ടീച്ചർ കണ്ടപ്പോൾ തന്നെ എല്ലാവരും പറഞ്ഞൊരു ഫാക്ടർ ഉണ്ടല്ലോ, ഈ നിവിൻ പോളി അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് സോണിലേക്ക് കൊണ്ടുവരുന്നുള്ളത്. ശരിക്കും അവിടെ ഇപ്പോ രണ്ടാമത്തെ ടീച്ചർ ഇട്ടപ്പോഴും ശരിക്കും അവിടെ സംഭവിച്ച ഒരു റീഡിഫൈനിങ് ഫാക്ടർ ഉണ്ടല്ലോ. അദ്ദേഹത്തിനെ പോലെ ഒരു സ്റ്റാറിനെ കൊണ്ടുവന്ന് നമുക്ക് എന്തൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ ചെയ്യിക്കാം. ശരിക്കും ഓൺ ദി ഫസ്റ്റ് ഡ്രാഫ്റ്റ് എന്നത് നിവിൻ പോളി ചിത്രമായിരുന്നു. ഇത് ആക്ച്വലി ഞാൻ ചെയ്യുന്ന സിനിമകൾ പൊതുവേ ഐ ഡിപ്പെൻഡ് മോർ ഓൺ ടു ദ കഥ. അതായത് നമ്മുടെ സ്റ്റോറി ലൈൻ സ്ക്രിപ്റ്റിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഷാരിസ് ആണെങ്കിലും ഇപ്പം നേരത്തെ ലിസ്റ്റിൻ്റെ അടുത്ത് മുന്നേ ഷാരിസ് പറഞ്ഞ കഥയാണ് എൻ്റെ അടുത്ത് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാരിസ് പിന്നെ എപ്പോഴും ഒരു ദിവസം എൻ്റെ അടുത്ത് ചുമ്മാ തമാശയ്ക്ക് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആയി. അത് മേ ബി ആസ് എ മലയാളി എനിക്ക് കിട്ടിയ ഒരു വികാരമായിരിക്കാം. എനിക്കത് ഭയങ്കരമായിട്ട് കണക്ട് ആയി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും നിവിനും തമ്മിലൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യണം എന്നുള്ളൊരു വന്നപ്പോൾ പെട്ടെന്ന് അങ്ങനെ വന്ന ഒരു പ്രോജക്റ്റാണ് ഈ മലയാളി ഫ്രം ഇന്ത്യ. അതല്ലാതെ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തു. പക്ഷേ ഈ സിനിമയിൽ എനിക്കൊരു കാര്യം ഉറപ്പ് പറയാൻ പറ്റും. ഇന്നലെ വന്ന ടീസറിലാണെങ്കിലും എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു നിവിൻ പോളിയുടെ ഒരു ഹ്യൂമർ സൈഡ് മാത്രമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ എനിക്ക് കുറേ കൂടെ ഒരു ഇമോഷണൽ ഒരു 360 ഡിഗ്രി നിവിൻ പോളിയുടെ കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. നാളെ നിങ്ങൾ സിനിമ കണ്ടിട്ട് പറയാം. എങ്കിൽ തന്നെ മലയാളത്തിൽ ഭയങ്കര നാച്ചുറൽ ആയിട്ട് കോമഡി പ്രസന്റ് ചെയ്യുന്ന ചുരുക്കം ആക്ടേഴ്സിൽ ഒരാളാണ് നിവിൻ പോളി. അപ്പൊ പ്രേക്ഷകർ ബേസിക്കലി അത്തരത്തിലൊരു നിവിൻ പോളിയെ കാണാൻ കാത്തിരിക്കുന്നുണ്ടല്ലോ. അങ്ങനത്തെ ഒരു സൈഡ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അല്ല, അത് ഇപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ പ്രോമോ കണ്ടു കാണും. പ്രോമോയിലൊക്കെ മാക്സിമം നമുക്ക് കിട്ടിയ റെസ്പോൺസ് അതാണ്. ഹ്യൂമർ ട്രാക്ക് ഭയങ്കരമായിട്ട് അത് ഈ സിനിമയിൽ വളരെ നാച്ചുറൽ ആയിട്ടുണ്ട്. അതാണ് ഞങ്ങൾ. പക്ഷേ പ്രോമോയിലായാലും മലയാളി യാത്രത്തിലൊക്കെ ഓവർഡു ചെയ്തേക്കാം. ശരിയല്ലേ, നമ്മൾ കോമഡിക്ക് വേണ്ടി സെൽഫ് റോളിനൊക്കെ വേണ്ടി വെച്ചതാണ്. സിനിമ അതല്ല. സിനിമ വളരെ അവൻ്റെ ആ റിയലായിട്ട് നാച്ചുറൽ സിനിമ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതുപോലെ നമുക്കൊരു എന്താ പറയുക ഭയങ്കര ഫോഴ്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമല്ല സിനിമ. ആൾക്കാർ അതിലൂടെ സഞ്ചരിക്കാം. അപ്പോൾ ഇതിൽ വളരെ സാധാരണ സിനിമയായിട്ട് പോകുമ്പോൾ ചെറിയ ചെറിയ ലൈറ്റർ മൊമെന്റ്സ് ഉണ്ടാവും. അതേ ഉള്ളൂ. അല്ല ഞാൻ ഒരു സ്ഥലത്തും ഓവർഡു ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ എല്ലാ ഷെയ്ഡ്സും കിട്ടും. അതെ, സുദീപ് ജസ്റ്റ് പരിചയപ്പെടുത്താം. നമ്മുടെ കൂടെ നമ്മുടെ DOP ആണ്. അപ്പോൾ സുദീപ് സിനിമാറ്റോഗ്രാഫർ. ഇല്ലടാ, കിട്ടിയില്ലേ ഞാൻ പറഞ്ഞ പോയിന്റ്? നിവിൻ, ഹായ് നിവിൻ. ആദ്യം അനൗൺസ്മെന്റ് ടീച്ചർ വന്നപ്പോഴും പിന്നെ പാട്ട് വന്നപ്പോഴൊക്കെ നിവിനെ ആ സ്പേസിൽ കണ്ടതിൻ്റെ ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ പറഞ്ഞ ഒരു ട്രെയിലർ ഇറങ്ങിയപ്പോൾ വേറൊരു രൂപം സിനിമയുടെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിവിനെ സംബന്ധിച്ച് ഈ സിനിമ കഥ കേൾക്കുമ്പോഴുള്ള ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് എന്തായിരുന്നു? എന്താണ് യെസ് പറയുന്നത്? ഈ സിനിമ ചെയ്യാനാണോ? യെസ്. ഈ സിനിമ വളരെ റിലേറ്റബിൾ ആയിട്ടുള്ളൊരു കഥയായിരുന്നു. ആ ക്യാരക്ടർ അൽപർബിൽ ഗോപി വളരെ റിലേറ്റബിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടർ. എനിക്ക് അത്തരം ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ ഒരു നാട്ടുപുറവും അവിടെ കുറച്ച് സുഹൃത്തുക്കളും അവിടെ കളിച്ചിരിച്ച് നടക്കുന്ന ഒരുത്തനും വലിയ വീട്ടുകാർക്കൊന്നും വലിയ ഗുണമില്ലാത്തൊരു എനിക്ക് അങ്ങനത്തെ ഒരു സ്പേസ് രസമാണ്. അത് ഭയങ്കര എക്സ്പ്ലോർ ചെയ്ത് ഫണ്ടായിട്ട് ചെയ്യാം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ കഥ ഇത്തിരി കുറച്ചും കൂടി നല്ല സ്ട്രോങ് കഥയാണ്. അപ്പോൾ അത് വെറുതെ തമാശ പരിപാടിയല്ല. തമാശ പരിപാടിക്ക് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം അതും എന്നാലൊരു ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ കളിയിൽ അല്പം കാര്യം എന്ന് പറയുന്ന പോലെ ഒരു വളരെ രസകരമായിട്ടൊരു ബ്ലെൻഡ് ഈ പടത്തിലുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ തിയേറ്ററിൽ പ്രേക്ഷകർക്ക് വർക്കാവും എന്ന് തോന്നി. അതാണ്. നിവിൻ നോർമലി വർഷങ്ങൾക്ക് ശേഷം ഇറങ്ങിയ സമയത്ത് തന്നെ നിവിൻ എന്ന് പറഞ്ഞ ഒരു ആക്ടറിനെ വേറെ ലെവൽ ആളുകൾ ഇങ്ങനെ ഒരാളെയാണ് കാത്തിരുന്നത്. ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടായിരുന്നു. അതിൽ പെർഫോമൻസ് ആയാലും അങ്ങനെ തന്നെ എന്നെ ട്രോളം ഞാൻ മതി എന്നുള്ള ലെവലിലുള്ള പെർഫോമൻസ്. അതിപ്പോൾ സോഷ്യൽ മീഡിയയുള്ള മറ്റുള്ളവർ കളിയാക്കുന്നതായാലും സറ്റയർക്ക് അങ്ങനെ ഒരു പ്രതിഷേധം പോലെ ആയിരുന്നോ? വേറെ ആരും വേണ്ട, എന്നെ ട്രോളം ഞാൻ മതി, അങ്ങനെ ഇതാണ്. അതെല്ലാം മറ്റേ വിനീതിൻ്റെ ഐഡിയയാണ്. എൻ്റെ ഒരു പങ്കും പറ്റാത്തില്ല. അല്ലേ, വിനീതത്ത് പറഞ്ഞത് അത് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മളത് ഫേസ് ചെയ്യാന്നുള്ളത്. നമ്മൾ ഒളിച്ചോടിയിട്ട് കാര്യമൊന്നുമില്ല.
എനിക്ക് തോന്നുന്നു വിനീതൻ അങ്ങനെ ഒരു ക്യാരക്ടർ എഴുതാൻ എനിക്ക് തോന്നുന്നു നമ്മുടെ കരിയറിൻ്റെ ഭാഗത്ത് സഹായിച്ചു എന്ന് തോന്നുന്നു. അപ്പം അത് എഴുതിയതാണ്. പക്ഷെ അത് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു റിസപ്ഷനൊന്നും ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടില്ല. അതൊരു ഗസ്റ്റ് അപ്പിയറൻസ് വന്നു പോകുന്നു എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഒരുപാട് മെസ്സേജും സാധനങ്ങളെല്ലാം വന്നു. അപ്പോൾ പ്രേക്ഷകർക്ക് നന്ദി. എനിക്കതിൻ്റെ പ്രൊമോഷൻ പരിപാടിക്കൊന്നും പങ്കെടുക്കാൻ പറ്റിയില്ല. ഞാൻ കൊൽക്കട്ടയിലായിരുന്നു. വിനീതിങ്ങനെ പല പ്രാവശ്യം വിളിച്ചിരുന്നു, അതിന് എത്താൻ പറ്റിയില്ല. ഞാനിപ്പോൾ റീസെൻ്റ്ലിയാണ് വന്നത്. പക്ഷേ ആ സിനിമ സ്വീകരിച്ച പോലെ തന്നെ ഈ സിനിമയും പ്രേക്ഷകർ സ്വീകരിക്കുന്നു വിശ്വസിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം വന്ന് തിയേറ്ററിലെല്ലാം കയ്യടി നേടിയ, ഏറ്റവും കൂടുതൽ കയ്യടി നേടിയ ഒരാളാണ് നിവിനേട്ടൻ ആ ക്യാരക്ടർ വെച്ചിട്ട്. അപ്പം ഇപ്പം ചേട്ടൻ പറഞ്ഞ പോലെ വിനീത് ശ്രീനിവാസനാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്, ഫുൾ ആളുടെ ആണെന്ന് പറഞ്ഞു. പക്ഷെ എന്നിരുന്നാലും ചേട്ടൻ അത് പറയുമ്പോൾ ഉള്ളെന്ന് വരുന്ന പോലെ ഫീൽ ചെയ്തു. ചേട്ടൻ്റെ സ്വന്തം ഡയലോഗായിരുന്നു. അതൊന്നും ജസ്റ്റ് ഒന്ന് പറയുകയും അത് ഉള്ളിൽ നിന്ന് വരുമല്ലോ, അവസ്ഥ വെച്ചിട്ട് അത് ഉള്ളിൽ നിന്ന് വന്നാലേ പറ്റൂ. അല്ല, അത് ഞാൻ ആദ്യമായിട്ട് കഥ കേട്ടപ്പം എനിക്ക് ഇച്ചിരി പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഡയലോഗ് പറയാനൊക്കെ പേടിയുണ്ടായിരുന്നു. അത് ഞാൻ വിനീതിനോട് പറയുകയും ചെയ്തു, വിനീത് ഇത് ഇങ്ങനെ അഡ്രസ്സ് ചെയ്താൽ അത് പ്രേക്ഷകർ എങ്ങനെ എടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അത് വേണോ എന്ന് പല പ്രാവശ്യം ചോദിച്ചു. ഞാൻ കഥ കേട്ടപ്പോൾ ചോദിച്ചു, ഞാൻ പേഴ്സണലി വിനീതിനെ വീട്ടിൽ പോയി കണ്ട് ചോദിച്ചു, വഴിയിൽ വെച്ച് ചോദിച്ചു, ഫോൺ വിളിച്ച് ചോദിച്ചു, 5-6 പേരെ കൊണ്ട് ചോദിപ്പിച്ചു. പക്ഷെ എല്ലാ പ്രാവശ്യവും വിനീത് എടാ ഇത് വർക്കാണ്, നീ എന്നെ വിശ്വസിക്കും, നീ ഇത്ര നാൾ എന്നെ വിശ്വസിച്ചല്ലോ. നമ്മൾ ഓക്കെ. അപ്പം ഞാൻ ഒരു ബ്ലൈൻഡ് ബിലീഫ് വിനീതിനെ ട്രസ്റ്റ് ചെയ്ത് ചെയ്ത ക്യാരക്ടറാണ്. അത് നമുക്ക് ഇനിയൊരു വേദിയിലാണ് നമുക്ക് മലയാളി ഫ്രം ഇന്ത്യനെ കുറിച്ച് സംസാരിക്കാം. അതിനോട് പേഴ്സണലായിട്ട് പറയാം. ചേട്ടാ ഇപ്പം ഇവിടെ ഇപ്പോൾ ഡിജോ എന്ന ഡയറക്ടറിൽ ഇപ്പോൾ ക്യൂ എന്ന സിനിമയായാലും ശരി, ജനങ്ങളെ എന്ന സിനിമയായാലും ശരി, സൊസൈറ്റിയിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഉണ്ട്, അല്ലെങ്കിൽ പ്രേക്ഷകരിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡയറക്ടർ വന്ന് സമീപിച്ചപ്പോൾ എന്തായാലും എൻ്റെ കരിയറിൽ ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു കഥയായിരിക്കും എന്നൊരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഇങ്ങനെ ഒരു കഥ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കരിയറിൽ എൻ്റെ ബ്രേക്ക് ത്രൂ തന്നെ ഒരു കഥാപാത്രമായിരിക്കും ഇത്. അല്ല, ഭയങ്കര എക്സ്പെക്ടേഷനോ അല്ലെങ്കിൽ അങ്ങനെ ലൈഫ് ചേഞ്ചിങ് ക്യാരക്ടറോ അങ്ങനെ ഫീൽ ചെയ്തിട്ടല്ല. ഈ സിനിമ നല്ലതാണ്. ഷാരിസിൻ്റെ എഴുത്ത് എനിക്കിഷ്ടമാണ്. ഡിജോയുടെ മുമ്പത്തെ 2 സിനിമകളും എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഇവരുടെ ഒരു കോമ്പിനേഷനിലൊരു വർക്കുണ്ട്. ഓഡിയൻസിനെ എവിടെയോ കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഇവരുടെ സിനിമയിലൂടെ വരുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫിലിം മേക്കറാണ് ഡിജോ. അപ്പോൾ പിന്നെ ഈ കഥയും എനിക്ക് ആ ഗോപിയോട് എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. അങ്ങനെ എടുത്ത സിനിമയാണ്. എന്തെങ്കിലും മാസ് ഡയലോഗ് ഞങ്ങൾ പ്രതീക്ഷിക്കാം? എന്തെങ്കിലും മാസ് ഡയലോഗ് ഞങ്ങൾ പ്രതീക്ഷിക്കാമെന്ന് ജനഗണമനയിലൊക്കെ ഉണ്ടായതുപോലെ? ഇല്ല, അത് ഞാൻ ചോദിച്ചു, പക്ഷെ അത് ഞാൻ പറഞ്ഞ ഏക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇല്ല. അല്ലാതെ പ്രൊമോയിൽ പറഞ്ഞല്ലോ മാസ് ഡയലോഗ് എല്ലാം പൃഥ്വിരാജ് അല്ലടാ. അല്ല, ഇത് അതാ പറഞ്ഞ സിനിമ ജനഗണമനയായിട്ടൊന്നും അങ്ങനെ ഒരു ഇന്നലെ വിട്ട ടീസർ ആ പറഞ്ഞ വളരെ ഒരു ലൈറ്റർ വേർഷനിൽ നിങ്ങൾ കണ്ടാൽ മതി. ഇങ്ങനെ ഭയന്ന് മാരകമായിട്ടൊന്നും വെച്ചാൽ സിനിമ വെച്ച ലൈഫിൽ ഈ ഫസ്റ്റ് അനൗൺസ്മെന്റ് ടീസറിൽ പറഞ്ഞല്ലോ ഇത് പാൻ ഇന്ത്യൻ പരിപാടിയല്ല, ഇതൊരു സാധാ പരിപാടി. അപ്പോൾ ആ ഡിസിഷൻ ഫസ്റ്റ് തന്നെ ഉണ്ടായിരുന്നാണോ? ഇതൊരു ഇത്ര ലാംഗ്വേജസിൽ റിലീസ് ചെയ്യണ്ടായി, മലയാളത്തിൽ തന്നെ എല്ലാവരിലേക്ക് എത്തണം ആ ഒരു കാര്യം? നമ്മളുടെ ഭാഷയിൽ കുറച്ചൊക്കെ ബാക്കിയുള്ളവർ കേൾക്കട്ടെ, നമ്മുടെ ഭാഷയിൽ തന്നെ നമ്മുടെ സിനിമ കാണട്ടെ എന്നുള്ള പർപ്പസ്ഫുൾ തീരുമാനം. അതിന് ഈ സിനിമ പെർഫെക്റ്റ് ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മളുടെ ഒരു ഇതെന്താണെന്ന് പറയുക, ഇപ്പോൾ നമ്മളിവിടെ നിന്ന് FM ഇപ്പോൾ വെച്ച് നോക്കിയാൽ നമ്മളൊരു അരമണിക്കൂറിലൊരു തമിഴ് പാട്ട് നമ്മൾ കേൾക്കും അല്ലേ? നീ ചെന്നൈയിൽ പോയിട്ടോ ബാംഗ്ലൂർ പോയിട്ടോ ഒന്ന് പ്ലേ ചെയ്യും, അവരുടെ ഭാഷയിൽ മാത്രമേ പാട്ടുകൾ കേൾക്കുള്ളൂ. നമ്മളെല്ലാത്തിനെയും സ്വീകരിക്കുന്നവരാണ്. മലയാളിയുടെ ഏറ്റവും വലിയൊരു ക്രെഡിറ്റാണ്, നമ്മളെല്ലാത്തിനെയും സ്വീകരിക്കുന്നവരാണ്. ഒരു വേൾഡ് കപ്പ് സമയത്ത്, ഫുട്ബോൾ വേൾഡ് കപ്പ് സമയത്ത് 10-20 രാജ്യങ്ങളിലെ കൂട്ടി ഉയരുന്ന ഒരു സംസ്ഥാനമാണ്, അങ്ങനെയുള്ളൊരു നാടാണ്. അപ്പോൾ ആ നാടിനെ, ആ മലയാളിയെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ മലയാളിയെ നമ്മൾ ഡബ് ചെയ്തിട്ട് കേൾക്കണം, മലയാളിയെ നമ്മൾ വേറൊരു ഭാഷയിൽ ഡബ് ചെയ്യണം എന്നുള്ളത് ഞങ്ങളുടെ സംബന്ധിച്ചൊരു വലിയ ചോദ്യം. വേണ്ട, ഈ വർഷം നമ്മൾ പകർത്തുകൊണ്ടിരിക്കുകയല്ലേ, നമ്മളുടെ സിനിമയല്ലേ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്, നമ്മളുടെ സിനിമകളല്ലേ വെയിറ്റ് ചെയ്യുന്നത്. നമ്മളുടെ ഭാഷ ബാക്കിയുള്ളവർ കേൾക്കട്ടെ, നമ്മളുടെ ഭാഷയിൽ തന്നെ കേൾക്കട്ടെ.
ഈ മുണ്ടെടുത്ത് സൈക്കിളിൽ ഈ രണ്ടുപേര് പോകുന്ന ലുങ്കി എടുത്ത് പോകുന്നത് ഇതായിരിക്കണം ഞങ്ങളുടെ ടീസർ എന്നും ഫസ്റ്റ് ലുക്ക് എന്നും ഈ ഫസ്റ്റ് ലുക്ക് തന്നെ ലോകമെമ്പാടുമുള്ള സ്ക്രീനുകളിൽ വരണമെന്നും ആഗ്രഹിച്ചാണ് ഞങ്ങൾ ഈ സിനിമ തുടങ്ങിയത്. കാരണം ഇത് ലുങ്കി എടുക്കുന്നവൻ്റെയും മുണ്ടെടുക്കുന്നവൻ്റെയും സിനിമയാണ്. അതിനെ ഡബ് ചെയ്യണ്ട. പോലെ ആ കണ്ട വേർഷൻ തന്നെയാണ്, അല്ലെങ്കിൽ ടീച്ചറിൽ കണ്ടത് തന്നെയാണ് സിനിമയിൽ. പ്രൊമോഷൻ മെറ്റീരിയൽ കണ്ടതൊക്കെ ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. കണ്ടാൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവൻ്റെ രൂപവും ലുക്കും എല്ലാം നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കണം റെപ്രസെൻറ്റിങ് സാധാരണ മലയാളം. ഇത്രയും തീരുമാനത്തിലേക്ക് എത്തുന്നത് എങ്ങനെയായിരുന്നു? ഇപ്പൊ നിവിൻ ധ്യാൻ ചിത്രം ഞാനും അത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഇത്രയും ഫുൾ റിസ്കിൽ ഇപ്പം ഞാൻ ഇത്രയും സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഫുൾ റിസ്കിൽ ഒരു സിനിമ ഇറക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ എന്താകുമെന്ന് ഞാനിങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് ഭാര്യ അതുകൊണ്ടിട്ട് എൻ്റെ കൂടെ നിൽക്കാതെ വീട്ടിന് ടൂർ പോയേക്കാണ്. കാരണം നമ്മുടെ ഈ ടെൻഷൻസൊക്കെ ഈവൻ കണ്ടുകൊണ്ട് ആണെന്ന് തോന്നുന്നു. കാരണം ഒരു സിനിമ ഇറക്കിയിട്ടിട്ട് അതിൻ്റെ കാര്യങ്ങൾ പോലും പുറത്തേക്ക് വിടുന്നില്ല. അതുപോലെ ഇന്നലെ ഞങ്ങളെല്ലാം നിർബന്ധിച്ചിട്ടാണ് വിജയ് വിടുന്നത്. കാരണം അപ്പോൾ അതിൻ്റെ സസ്പെൻസ് പോകും. ഞാൻ ചോദിച്ചാൽ 1-ാം തീയതി ഇറങ്ങുമ്പോൾ ഇത് ഓൾറെഡി പോകുമല്ലോ, ഇപ്പോൾ 2 ദിവസം മുമ്പ് പോയാൽ എന്താ കുഴപ്പമിരിക്കുന്നത്? ഇല്ല, 2 ദിവസത്തോടെ വെയിറ്റ് ചെയ്യും. അപ്പം അങ്ങനെ ഞാൻ നിർബന്ധിച്ചതിൻ്റെ പേരിലാണ്. അപ്പം നിവിനും ഇതെല്ലാം കേട്ടോണ്ടിട്ടിരിക്കുകയാണ്. ഞാൻ ഇപ്പം നിവിനോടും പറഞ്ഞു, നിവിനെ ഇവൻ നമ്മളെ മൊത്തത്തിൽ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണോ എന്നൊരു സംശയമുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു പ്രസ് മീറ്റ് കൊടുക്കണം. അങ്ങനെ നിവിൻ പറഞ്ഞു ശരി, അപ്പം അങ്ങനെയാണ് ഒരു പ്രസ് മീറ്റ് തന്നെ നമുക്ക് വെക്കാമെന്നുള്ള ഒരു വാശിയുടെ പുറത്താണ് ഇന്ന് പ്രസ് മീറ്റ് പോലും വെച്ചത്. അല്ലെങ്കിൽ ഇന്ന് മിനിങ്ങാന്നിറങ്ങിയ ടീച്ചറും കാണത്തില്ല, ഇന്നത്തെ പ്രസ് മീറ്റും കാണത്തില്ല. അപ്പം ചിലപ്പോൾ എനിക്ക് ഡൗട്ട് നാളെ കഴിഞ്ഞ് ചിലപ്പോൾ ഞാനും കാണത്തില്ല. ഒരു സെക്കൻഡ്, നമ്മളെ DOP ആണ് സുധി വരുന്നത്. മനുഷ്യന്റെ മുന്നിൽ വരാത്തൊരു മനുഷ്യനാണ്. ഇപ്പം ഈ ക്യാമറാസിന്റെ ഫ്രണ്ടിൽ തന്നെ ആദ്യമായിട്ടാണ് എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞാൻ ആക്ച്വലി ഈ കഥ ഇനിഷ്യലി നല്ല ഏർലിയാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു ജേർണി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് അത് ആക്ച്വലി ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി അല്ലേ. ചേട്ടാ, ഈ ക്യാരക്ടർ ചെയ്യാനായിട്ട് എന്തെങ്കിലും പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു 1-2 മണിക്കൂർ വിഗ് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞാണ് പ്രിപ്പയർ ചെയ്ത് എത്തിച്ചു. ഒരു ദിവസം മൊത്തം ഏറ്റവും അലമ്പ് വിഗ് എങ്ങനെ സെറ്റ് ചെയ്യാന്നുള്ള ഡിസ്കഷൻ ആയിരുന്നു. അപ്പോൾ അതിങ്ങനെ കുറേ ഇട്ട് ഞങ്ങൾ പലത് വെച്ച്, പിന്നെ അത് സമയമെടുക്കും. ആ പ്രോസസ്സ് തന്നെ ഒരു 15-20 മിനിറ്റോളം അത് സെറ്റ് ചെയ്ത്, അപ്പം അത് അങ്ങനെയൊക്കെ കുറച്ച് അല്ല, അങ്ങനെ ഭയങ്കര പ്രിപ്പയർ ചെയ്ത് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അപ്പം അങ്ങനെ കണ്ടറിയാതാണ്. ടീച്ചർ ഇറങ്ങിയ സമയത്ത് ഫസ്റ്റ് ഷോട്ട് കണ്ടിട്ട് കാന്താര സിനിമയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് കുറേ കമൻറ്റ്സ് അതിൻ്റെ അടിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചായിട്ട് ഇത്തരത്തിൽ കലാരൂപങ്ങൾ കാണുമ്പോൾ കാന്താര പോലുള്ള സിനിമയോട് ഇവിടെ കമ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം ഇത്തരം കമൻറ്റുകളോട് എന്താ പറയാനായിട്ട്? അല്ല, അത് നമ്മുടെ സിനിമയിൽ ഈ ടീച്ചറിൽ കിട്ട ഒരു കൈനോട്ടക്കാരി അല്ലെങ്കിൽ മുത്തപ്പൻ, ഇതൊക്കെ നമ്മുടെ കേരളത്തിന് നമ്മുടെ അതിൻ്റെ ഓരോരോ ഏരിയാസിൽ വരുന്ന, അത് നമ്മുടെ സിനിമയിൽ വളരെ വളരെ സറ്റിലായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു വലിയ ഏരിയാസാണ്. മുത്തപ്പനൊക്കെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് സിനിമ. അതുകൊണ്ടാണ് നമ്മൾ ടീച്ചർ കിട്ടപ്പോൾ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. കാന്താര സിനിമയായിട്ടൊന്നും ഒരു ബന്ധമില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ, ഈ മുത്തപ്പൻ നമ്മുടെ മലയാളികൾക്ക് എത്രത്തോളം കണക്റ്റഡ് ആണ് ഒരു കൈനോട്ടക്കാരി മുത്തപ്പൻ. അതുപോലെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. സലീമേട്ടൻ, മഞ്ജു ചേച്ചി ഗോപിയുടെ അമ്മയാണ്. ഈ ക്യാരക്ടേഴ്സൊക്കെ നമ്മളുടെ ലൈഫിൽ നമ്മുടെ അമ്മമാരും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് ആൽപ്പറമ്പിൽ ഗോപിക്ക് ഈ പറഞ്ഞ പോലെ മുത്തപ്പനും ഇവരെല്ലാം. ഇതാണ് മലയാളിയുടെ ഒരു സ്റ്റോറി എന്ന ബേസിസിൽ നമ്മൾ അങ്ങനെ ഒരു ടീച്ചറുണ്ട്. നത്തിങ് ടു ഡു വിത്ത് കാന്താര. ഈ ട്രെയിലറിന്റെ അവസാനം മറ്റൊരു ടെറേനിൽ കൂടി ബസ് പോകുന്നതും ഇതിന്റെ മറ്റൊരു ലുക്കും ഇതിൽ കാണുന്നുണ്ട്. അത് കുറച്ചൊരു ഫ്രാക്ഷൻ സെക്കൻഡ്സേ ഉള്ളൂ. അപ്പം സിനിമയിൽ ഒരു മലയാളി മറ്റൊരു നാട്ടിൽ പോയി ഒരു മാസ് ആവുന്ന ഒരു രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ്, അങ്ങനത്തെ ഒരു 2 ചേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഒരു ദിവസം കൂടിയുള്ളൂ. ഇപ്പോൾ നമ്മൾ ഇതിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പം ചിലത് നമുക്കിപ്പോൾ റിവീൽ ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷെ ടീച്ചറിലുണ്ട്.
അത് തിയേറ്ററിൽ കാണാം. അല്ല ബേസിക്കലി പറഞ്ഞ ലിസ്റ്റും പറഞ്ഞ സസ്പെൻസ് ഒന്നുമില്ല. ഈ വിട്രാന്ന് പറഞ്ഞിട്ട് സസ്പെൻസ് ഒന്നുമില്ല. ഇപ്പൊ എനിക്ക് നിങ്ങൾ ഇന്നലെ ടീച്ചറെ കണ്ടതായിരിക്കാം ഒരു സസ്പെൻസ്. അതായത് ഇതിന്റെ ഒരു ലുക്കും കൂടെ ഉണ്ട്, അത്രേ ഉള്ളൂ. അത് അതിപ്പരം ഈ ജനഗണമന പോലെ ഒരു ഹാർഡ് കോർ സസ്പെൻസ് ഡ്രിവൻ സിനിമയല്ല. ദിസ് ഇസ് എ വെരി ലൈറ്റ് ഹാർട്ടഡ് സിനിമ. അതിൽ ഇങ്ങനെ ഒരു ലുക്ക് ഉണ്ട്, അത് വ്യക്തമാക്കണമെന്നുണ്ടായിരുന്നു. അത് ഇന്നലെ ടീച്ചർ വിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾ തിയേറ്ററിൽ കാണത്തുള്ളായിരുന്നു. ഞങ്ങൾ അതുകൊണ്ട് അത് ഇന്നലെ നമ്മൾ വളരെ ക്ലീൻ ആയിട്ട് വിട്ടു. മൈ നെയിം ഈസ് ഖാൻ ഒക്കെ പോലെ വേറൊരു ടെറൈനിലേക്ക് പോകുന്ന പൊളിറ്റിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യുന്ന ഒരു തരത്തിലേക്കുള്ള ചിത്രമാണ്. അത് ആക്ച്വലി ഞാൻ കണ്ടു കുറേ സിനിമകൾ ഈ പറഞ്ഞ മൈ നെയിം ഈസ് ഖാൻ, ഇങ്ങനത്തെ കുറേ സിനിമകളുടെ റെഫറൻസ് ആണ് എന്ന് പറയുന്നവരാണ്. സത്യം പറഞ്ഞാൽ ആ സിനിമയൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയിട്ട് കാണണം. അത് വേറെ ലെവൽ സിനിമയാണ്. ഇത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ജനഗണമനയുടെ സമയത്ത് നമ്മൾ ഏപ്രിൽ 28 നടക്കുന്നതിന് മുന്നേ അത് പറഞ്ഞു അബ്ദുൾ നാസർ മദനിയുടെ കഥയാണോ എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ അത് നിങ്ങൾ ഏപ്രിൽ 28 വന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അതുപോലെ തന്നെ ഇത് അൽപ്രബിൽ ഗോപിയുടെ കഥയാണ്. 24 മണിക്കൂറുള്ളൂ. നാളെ വരുമ്പോൾ അത് വളരെ ക്ലിയറാണ്. സിമ്പിൾ. ഇത് റിലീസ് ചെയ്യുന്ന ഡേയ്സ്, അതായത് നാളെ തന്നെ മെയ് 1 റിലീസ് ചെയ്യുന്നു. കറക്റ്റ് അത് തൊഴിലാളി ദിനം. ഇത് കറക്റ്റ് ഒരു എന്തോ എല്ലാ സ്പെസിഫൈ പോയിന്റ് ചെയ്യപ്പെടുന്ന പോലെ ഒരു തോന്നൽ. അല്ല, അതാണ് തൊഴിലാളി ദിനത്തിൽ ശരിക്കും ഒരു പണിയെടുക്കാത്ത രണ്ടുപേരുടെ കഥയാണ് അത്. കാര്യം വളരെ ഡീപ്പ് റൂട്ടിലൊക്കെ സാധാരണക്കാരൻ റോ ആയിട്ടുള്ളൊരു മലയാളി, അവനിങ്ങനെ ലുങ്കി മുണ്ടൊക്കെ കൊടുത്ത് സൈക്കിളിൽ നടക്കുന്ന അവൻ, പത്രമൊക്കെ വായിച്ച് ഇങ്ങനെ നടക്കുന്ന ഒരു തന്നെ അവൻ്റെ അമ്മ. അപ്പം അത് ലിസ്റ്റിനായാലും അന്ന് പറഞ്ഞു മെയ് 1 നമുക്കൊന്ന് ടാർഗറ്റ്, ഐ മീൻ അതൊരു ഓപ്ഷൻ അല്ലേ എന്ന് പറഞ്ഞപ്പോൾ ശരിയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് കണക്റ്റായി. ശരി, അതായത് സിനിമയിൽ അത് തന്നെയാണല്ലോ, ഒരു പണിയില്ലാത്ത അവൻ്റെ കഥയില്ലേ. അപ്പം അത് മെയ് 1 അതാണ് ഇന്ന് പ്രസ് മീറ്റ് വെച്ചതിൻ്റെ മെയിൻ ഇതാണ്. പലർക്കും ഈ പറഞ്ഞ പോലെ ബുധനാഴ്ച ഒരു സിനിമ റിലീസ് അവർക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് അതൊന്ന് എൻഫോഴ്സ് ചെയ്യാൻ അല്ലെങ്കിൽ റീഇൻഫോഴ്സ് ചെയ്യാനാണ് നമ്മളുടെ ഉദ്ദേശം ഇന്ന് ഈ മൊമെന്റിൽ. ഒരു ജസ്റ്റ് ഒരു കാര്യമാണ് അതിൽ ഈ സിനിമ 2 മണിക്കൂർ 40 മിനിറ്റ് ഉണ്ട്. 2 hours 40 minutes നമ്മളെ സംബന്ധിച്ചറിയാം ഒരു ലെങ്തി സിനിമ തന്നെയാണ്. ഞങ്ങളതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യണം. ഈ സിനിമയിൽ ഞങ്ങൾ മായം കലർത്താൻ ശ്രമിച്ചിട്ടില്ല. ഇതിൽ മായം കലർത്തി ഇത് പൊല്യൂട്ട് ചെയ്ത് ഇത് കുറച്ചുകൂടെ അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടില്ല. ജെനുവൻലി ഞങ്ങൾ ഈ സിനിമയ്ക്ക് വിശ്വസിക്കുന്ന ലെങ്ത്തിൽ ഞങ്ങൾ ഇത് സിനിമ ഇറക്കുകയാണ്. അതിനൊരു കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ മലയാളി ഓഡിയൻസ് ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പറയുന്ന ഏറ്റവും കൂടുതൽ പലതരത്തിലുള്ള സിനിമകൾ കാണാൻ വില്ലിംഗ് ആണ്. അവർ വില്ലിംഗ് ആയിട്ടുള്ളവരുടെ മുന്നിൽ ഞങ്ങളിനി സിനിമയെ മായം കലർത്തുന്നോ പൊല്യൂട്ട് ചെയ്യേണ്ടോ കാര്യമില്ല. അത് ഈ വർഷത്തെ ഈ ട്രാക്കോട് വെച്ചിട്ട് ഈ പറയുന്ന മലയാളികൾക്ക് അത് കണ്ട് ഇഷ്ടമാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളായിട്ട് ഇതിന് പൊല്യൂട്ട് ചെയ്യാൻ നോക്കിയിട്ടില്ല. ഞങ്ങൾ ജെന്യുവിനായിട്ട് തന്നെ 100% കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഈ സിനിമ. ലിസ്റ്റിൻ ചേട്ടാ, ഇപ്പോഴത്തെ മലയാള സിനിമകളിലേക്ക് ഇപ്പോൾ ഇറങ്ങുന്ന ട്രാക്ക് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ആയിരുന്നു 100 ദിവസം 150 ദിവസം അങ്ങനത്തെ ഒരു ട്രാക്ക് ഉണ്ടായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ 100 കോടി 200 കോടി അങ്ങനത്തെ ഒരു ഇതാണ്. ആസ് എ പ്രൊഡ്യൂസർ എന്താണ് എക്സ്പെക്ടേഷൻ? എനിക്ക് അത്രയും കോടിയൊന്നും വേണ്ട. ഇപ്പം നിലവിൽ ഈ ഇറങ്ങുന്ന എല്ലാ സിനിമകളും ഇപ്പോൾ നല്ല കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് ഉള്ളതുകൊണ്ട് ഇതെല്ലാം നന്നായിട്ട് പോയിക്കൊണ്ടിട്ടിരിക്കുകയാണ്. ഇപ്പം ഫെബ്രുവരി നോക്കിയാൽ ഫെബ്രുവരി മുതൽ ഇറങ്ങിയ എല്ലാ സിനിമകളും തന്നെ 50 കോടിക്ക് മുകളിലാണ്. ഒരു 90% സിനിമകൾ, അതായത് 95% സിനിമകൾ. മലയാള സിനിമകളെല്ലാം എല്ലാ സ്റ്റേറ്റിലും സ്വീകരിക്കുന്ന ഒരു കാലമാണ്. എനിക്ക് തോന്നുന്നത് നിവിൻ്റെ സിനിമയാണ് പ്രേമമാണ് ഒരു ഔട്ട്സൈഡ് കേരള ഒരു 2 കോടി രൂപ 2.5 കോടി രൂപ ഷെയർ വന്നത്. അതാണ് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഷെയർ വന്ന ഒരു സിനിമ. അതിനുശേഷം ഏറ്റവും കൂടുതൽ ഷെയർ വന്ന പടമാണ് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ പ്രേമലും ഇപ്പോൾ 4-5 കോടി രൂപ ഷെയർ വന്നു. അപ്പം ഇപ്പോൾ തമിഴ് ആയിക്കോട്ടെ തെലുങ്ക് ആയിക്കോട്ടെ ഏറ്റവും കൂടുതൽ ഇപ്പം അവിടെയൊന്നും നല്ല സിനിമകൾ ഇപ്പോൾ ഇറങ്ങുന്നുമില്ല. അത് ഒരു വലിയൊരു കാരണമാണ്. അപ്പം ഇപ്പം നമ്മൾ തന്നെ നാളെ ഈ സിനിമ ഇറങ്ങുമ്പം അത്രയും സ്റ്റേഷൻസ് ആണ് കിട്ടിയിരിക്കുന്നത്, തിയേറ്ററുകൾ കിട്ടിയിട്ടുണ്ട്. കാരണം ഒരു സിനിമ നല്ലതാണെങ്കിൽ മാക്സിമം കളക്ഷൻ കിട്ടാനുള്ള എല്ലാ കാര്യമുണ്ട്. അതുകൊണ്ടിട്ട് ഇപ്പോൾ ഒരു 100 കോടി എന്ന് പറയുന്നത് ഒരു അസാധ്യമായ കാര്യമല്ല. ഒരു പടം നല്ലതാണെങ്കിൽ 100 കോടി ഫാസ്റ്റായിട്ട് വന്നുകൊണ്ടിട്ടിരിക്കും. ഇപ്പോൾ ആടുജീവിതം പോലെയുള്ളൊരു സിനിമ അതുപോലും എത്ര പെട്ടെന്നാണ് 100 കോടി 150 കോടിയിലേക്ക് വരുന്നത്. സോ അങ്ങനെ ഓഡിയൻസായി മാറിക്കഴിയും. ഇപ്പോൾ ആളുകൾ സ്പെൻഡിങ് മൂഡിലാണ് ചിലവഴിക്കാന്നുള്ള കാര്യം. ഇപ്പം ഇവൻ തന്നെ പറഞ്ഞാൽ നമ്മൾ ടൈമിങ് ഡ്യൂറേഷൻ ഇച്ചിരി കൂട്ടി വെച്ചേക്കാന്ന് പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്ത് ഭയങ്കര ചൂടായതുകൊണ്ടാണ് അകത്ത് AC-ലാണെങ്കിലും വന്നിരുന്നോണ്ടെന്ന് ഓർത്ത് ഇങ്ങനെയെങ്കിലും വിചാരിച്ച് സിനിമ കാണുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞങ്ങളൊരു 10 മിനിറ്റ് കൂട്ടിയതില്ല, 2:30-ക്ക് തീർക്കാവുന്ന പറഞ്ഞു. നിവിൻ പോളി കലക്കി, നിവിൻ പോളി ഇത് അടിച്ചു വിളിക്കുമോ?
ഇതിൽ ആൽപ്പറമ്പിൽ ഗോപിനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു ആണ് വിശ്വാസം. നിവിൻ പോളി ഇല്ല ഇതിൽ, ഗോപിയാണ്. ടിജോ ചേട്ടനാണ്. ടിജോ ചേട്ടൻ്റെ ഇപ്പോൾ സിനിമകളിൽ ചേട്ടൻ ഇപ്പോൾ ടിജോ ചേട്ടൻ്റെ ക്യൂനാണെങ്കിലും ജനഗണമനയാണെങ്കിലും നമ്മൾ നേരിടുന്നൊരു പ്രശ്നം, ഒരു ടീനേജേഴ്സോ അല്ലെങ്കിൽ ഈ നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സമൂഹം നേരിടുന്നൊരു പ്രശ്നമാണ്. നിങ്ങളിപ്പോൾ പറഞ്ഞു, നമ്മുടെ റൈറ്റർ പറഞ്ഞു സിനിമ മലയാളത്തിൽ തന്നെ കാണട്ടെ എന്ന് പറയുന്നു. നമ്മുടെ സിനിമയ്ക്ക് പറയാൻ പുറത്ത് സ്വീകാര്യത കുറവാണ്. ഇപ്പോൾ നമ്മുടെ വലിയ സിനിമകളാണെങ്കിൽ പോലും ഇവിടെ ഹിറ്റാവുന്ന പല സിനിമകളും ഇപ്പോൾ സ്വീകാര്യത വന്നു തുടങ്ങി, അതിപ്പോൾ ഡബ് ചെയ്തിട്ടാണെങ്കിൽ പോലും. അപ്പോൾ മലയാളി ഫ്രം ഇന്ത്യ നമ്മൾ മലയാളികൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തെയാണോ, അല്ലെങ്കിൽ നമ്മുടെ സിനിമ ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലത്തിനുള്ളൊരു സൊല്യൂഷൻ, അല്ലെങ്കിൽ അതാണോ ഈ സിനിമയുടെ ഒരു? അല്ലടാ, അത് ഞാൻ വളരെ സിമ്പിളായിട്ട് ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരാളുടെ കഥ, അയാൾ നമ്മൾക്ക് ആസ് എ മലയാളി അത് ഭയങ്കരമായിട്ട് റിലേറ്റബിൾ ആയിരിക്കും, കണക്റ്റബിൾ ആയിരിക്കും. അതല്ലാതെ അയാളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുമോ, അല്ലെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രോബ്ലം സൊല്യൂഷനോ അങ്ങനത്തെ ഒന്നും ഒരു പേർപ്പസ് നമ്മുടെ മലയാളി ഫ്രം ഇന്ത്യയിൽ നിന്നില്ല. നമ്മുടെ സിനിമ പ്യുവർ എൻ്റർടൈൻമെൻറ്റ് കൊടുക്കുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശമാണ്. ആ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കളിയുണ്ട്. ആൽപ്പറമ്പിൽ ഗോപിയും മൽഘോഷും ഇവരുടെയൊക്കെ കളി തമാശകളൊക്കെ ചെറിയ രീതിയിലുണ്ട്. അതുകൂടാതെ അല്പം കാര്യമുള്ള സിനിമ, അതല്ലാതെ ഈ ടൂ മച്ച് നമ്മൾ അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവിലേക്ക് ഒന്നും പോകുന്നില്ല. വളരെ സിമ്പിളായിട്ട്, അത് നേരത്തെ ഹാരിസ് പറഞ്ഞതുപോലെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റാണ് ഈ സിനിമ. ഈ ചുരുങ്ങിയ കാലത്ത് അനശ്വര ഒരുപാട് സീനിയർ ആക്ടേഴ്സിൻ്റെ കൂടെ ഒക്കെ ചെയ്തു. അപ്പം ഇതിൽ തന്നെ ആ ടീച്ചറിൽ എനിക്ക് കല്യാണപ്രായമായിട്ടില്ലടാ മുതുക്ക എന്ന് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പം നിവിനായിട്ടുള്ള ഇക്വേഷൻ എങ്ങനെയാണ്, നിവിനായിട്ട് ഈ ടീമിൽ വർക്ക് ചെയ്യുമ്പോഴൊരു എക്സ്പീരിയൻസ് കൂടെ പറയാം. ഈ പടത്തിനകത്ത് എന്നോട് ആദ്യം വിളിക്കുമ്പോൾ തന്നെ എന്നോട് നിവിൻ ചേട്ടൻ പറഞ്ഞൊരു കാര്യം, എന്നെ ഫസ്റ്റ് വിളിക്കുന്നത് ഇതുപോലെയാണ്, നിവിൻ ചേട്ടൻ്റെ നായികയായിട്ടാണെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അത് ഇങ്ങനെ സെറ്റാവും, അങ്ങനെയാണ് കഥ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഈ പടത്തിനകത്ത് അങ്ങനെ കെമിസ്ട്രി എന്നൊന്നും പറയത്തക്ക വിധത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഈ കൃഷ്ണ സോങ്ങിൽ കണ്ട പോലെ തന്നെ കൃഷ്ണയുടെ പുറകെ നടക്കുന്ന ഒരു പൂവാലൻ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് അതിനകത്ത്. ആ സോങ്ങിലുള്ള പോലെ തന്നെയാണ് പടത്തിലും ഉള്ളത്. സോ നിവിൻ ചേട്ടനാണെങ്കിലും സെറ്റിൽ കൂടെ വർക്ക് ചെയ്യാനാണെങ്കിലും ഭയങ്കര രസമായിട്ടുള്ളൊരു ആളാണ്. എനിക്ക് തോന്നുന്നു ആ റാപ്പോ നൈസായിട്ട് സ്ക്രീനിൽ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. രണ്ട് ചോദ്യം ചോദിക്കേ. ഒന്ന്, ഫസ്റ്റ് മൂവി തൊട്ട് ഈ 3 സിനിമകളും ഷാരിസ് ബ്രോനെ വട്ടം പിടിച്ചിട്ടുണ്ട്. അത് മറ്റൊരാളെ സെലക്ട് ചെയ്യാനുള്ള കോൺഫിഡൻസ് കുറവാണോ, അതോ ഷാരിസ് ബ്രോയോടുള്ള കോൺഫിഡൻസിന് കൂടുതലാണോ? അല്ല, ബേസിക്കലി എനിക്ക് പേഴ്സണലി ഞങ്ങൾ ഒരുമിച്ച് വന്നവരാണ്, ഞാനും ഷാരിസും. അപ്പോൾ അതിൻ്റെ ഒരു സുഖം വേറെ തന്നെയാണ്. പക്ഷേ ആ സൗഹൃദത്തിനെക്കാട്ടും കൂടുതൽ ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നവർ പലരും എന്നോടുള്ള സൗഹൃദത്തിൻ്റെ പേരിലല്ല നിവിൻ സിനിമ കമ്മിറ്റിയുള്ളത്. ലിസ്റ്റിൻ എൻ്റെ സൗഹൃദത്തിൻ്റെ പേരിലോ, അല്ലെങ്കിൽ ഞാൻ പൊളിയാണെന്ന് പറഞ്ഞിട്ടല്ല ലിസ്റ്റിൻ. കാര്യം ശരിയാണ്, ലിസ്റ്റിൻ പറഞ്ഞ ഇത്രയും ആ സിനിമ ഇത്ര പൈസ മുടക്കി, അതൊക്കെ ശരിയാണ്. പക്ഷെ അൾട്ടിമേറ്റ്ലി ഞാൻ ആസ് എ ഡയറക്ടർ ഞാനൊരു സിനിമ ചൂസ് ചെയ്യുന്നത് അതിൻ്റെ കഥ അല്ലെങ്കിൽ അതിൻ്റെ സോൾ നമുക്ക് കണക്റ്റ് ആവുമ്പോഴേ ഞാനത് എടുക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് അത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്, സൗഹൃദമല്ല. ഈ പറഞ്ഞ പോലെ ഷാരിസുമായിട്ട് സൗഹൃദം. അങ്ങനെയാണെങ്കിൽ ഞങ്ങളിപ്പോൾ ഒരു 150 സിനിമ ചെയ്യേണ്ട കാര്യം. അവൻ എൻ്റെ അടുത്ത് പല കഥകളും ചർച്ച ചെയ്തിട്ടുണ്ട്. അവനെ തന്നെ അറിയിച്ചത് നിനക്ക് വർക്കായില്ലല്ലേ എന്ന് അവനും എന്നോട് പറയും. കാര്യം ഞങ്ങൾ നമ്മളോട് ബന്ധം അതാണ്. അങ്ങനെ വർക്കാവാത്തതാണോ വേറെ ചെയ്തത്? ഇല്ലില്ല, അത് അവൻ എന്നോട് പറഞ്ഞതല്ല. ഒരു ക്വസ്റ്റ്യൻ പറയാം. ഇപ്പോൾ നമ്മൾ ക്യൂഎല്ലിൽ ഒരു പ്രൊഫസറായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് മൂവി ജനഗണമനയിൽ പ്രൊഫസർ. അപ്പൊ അതിലിപ്പോ കള്ളനും കൊള്ളക്കാരനും ബോംബുരൊക്കെ ഉണ്ടായിട്ട് ഈ പ്രൊഫസർ തന്നെ തെരഞ്ഞെടുത്തത് ബോധപൂർവ്വം എടുത്തതാണ്. അത് അങ്ങനത്തെ സിനിമയിൽ അവിടെ ഒരു ഏരിയ വന്നപ്പോൾ ഞാനത് എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഓർത്ത് എടുത്തത് മാത്രമാണ്. രണ്ടാമത്തെ ഇല്ല, അതവിടെ ഒരാൾ ഒന്നുമില്ല. ശരി, ഇല്ല, ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് അത് വന്നു ചേർന്നതാണ്. അതല്ലാതെ വേറെ ഒന്നുമില്ല. ഇപ്പം ഇതിൻ്റെ അകത്ത് പ്രോമോ ചെയ്തതിൽ ഞാൻ ഡയറക്ടറായിട്ടല്ല, അത് സിമ്പിൾ വേറെ. ഷാരിസ് ലെഫ്റ്റ്. ഈ ഒരു കലാകാരന്റെ സൃഷ്ടിയിൽ അയാളുടെ പൊളിറ്റിക്സ് പറയാറുണ്ട്, രാഷ്ട്രീയം അഡ്രസ് ചെയ്യാറുണ്ട്. ഇപ്പം ജനഗണമന നോക്കുവാണെന്നുണ്ടെങ്കിലും ഷാരിസിന്റെ എഴുത്തുകളിൽ രാഷ്ട്രീയം വന്നിട്ടുണ്ട്. പലരും പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ പറയുകയും തിയേറ്ററിൽ ഗൈഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മലയാളി ഫിലിം ഇന്ത്യയുടെ ഈ ടൈറ്റിൽ ഡിസൈൻ നോക്കിയാലും അതിൻ്റെ അകത്തൊരു ഫ്ലാഗിന്റെ ഒരു
കളർ ടോണൊക്കെ പിടിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഷാരീസ് ഇതിലും രാഷ്ട്രീയം അഡ്രസ്സ് ചെയ്യുന്ന, നമ്മൾ പറയാൻ അല്ലെങ്കിൽ ഇപ്പോൾ ചർച്ചയാകുന്ന രാഷ്ട്രീയം ഈ സിനിമയിൽ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ? ഇതൊരു സാധാരണ മലയാളിയുടെ, ഡിജോ പറഞ്ഞത് തന്നെ ആൽപ്പറമ്പിൽ ഗോപിയുടെ കഥയാണ്. അപ്പോൾ ഒരു സാധാരണ മലയാളിയുടെ ലൈഫിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ ഇതിലുണ്ടാവും. അവൻ്റെ പ്രണയമുണ്ട്, അവൻ്റെ കുടുംബമുണ്ട്, അവൻ്റെ സുഹൃത്തുണ്ട്, നാടുണ്ട്, നാട്ടുകാരുണ്ട്, രാഷ്ട്രീയമുണ്ട്, അവൻ്റെ പ്രതിസന്ധിയുണ്ട്, അവൻ്റെ തരണം ചെയ്യലുണ്ട്, സർവൈവലുണ്ട്, അതൊക്കെ ചേർത്താണ്. ഈ പറയുന്ന ആ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ മലയാളി നമ്മളല്ലേ ഉള്ളൂ, നമുക്ക് പറയാമല്ലോ. നമ്മൾ മലയാളി പത്രം വായിക്കുന്നവരാണ്, മലയാളി വനിതയും വായിക്കുന്നവരാണ്, അവൻ കളിക്കുടുക്കയും വായിക്കുന്നവരാണ്, അവൻ മുത്തുച്ചിപ്പിയും വായിക്കുന്നവരാണ്. അപ്പം മലയാളിയെ ഒരു കാരണവശാലും ആർക്കും പിടികൊടുക്കാത്ത ഒരുത്തനാണ് മലയാളി. അപ്പൊ അവന്റെ, ഞാൻ പറഞ്ഞില്ലേ, ഇത് മലയാളികളെ ഇതാണ് മലയാളി എന്ന് പറഞ്ഞ് എടുത്തു വെക്കാൻ പറ്റുന്ന സിനിമയോ, മലയാളിയെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമയോ, അല്ലെങ്കിൽ അവന്റെ എന്തെങ്കിലും ട്രൈബ്സിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമയൊക്കെ ഒരിക്കലും ഞാൻ ഒരു ഭാഷയോ ഒരു സംസ്കാരത്തെയോ ഒന്നിനെയും ഗ്ലോറിഫൈ ചെയ്യുന്ന ഒരു സിനിമ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. നമ്മളുടെ ബേസിക് എന്ന് വെച്ചാൽ നമ്മളുടെ പെർസ്പെക്റ്റീവിൽ ഇതെന്താണ്, ആ രീതിക്ക് ഞങ്ങളുടെ മനസ്സിൽ ഭയങ്കര മലയാളിത്വമുള്ളൊരു ക്യാരക്ടറാണ് ആൽപ്പറമ്പിൽ ഗോപി. അതിൽ പ്ലസ് ആൻഡ് മൈനസ് ഉണ്ട്. അവനെ വൈറ്റ് വാഷ് ചെയ്യുന്ന സിനിമയിൽ പിന്നെ എനിക്കും ഡിജോക്കും ഡിസ്കസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് നിവിൻ ബ്രോന്റെ ഫേസ് വന്നത്. കാരണം ഞങ്ങളുടെ ജനറേഷനിൽ ഞങ്ങൾ തിയേറ്ററിൽ പോയിട്ട് ആഘോഷിച്ചിട്ടുള്ളതാണ് വടക്കൻ സെൽഫി, ഉമേഷ്. ഞങ്ങളുടെ ജനറേഷനായിട്ട് ഭയങ്കര റിലേറ്റബിൾ ആണ് നിവിൻ ബ്രോന്റെ. അപ്പൊ അതുകൊണ്ട് നിവിൻ ബ്രോയിൽ വന്നു. ഇതിനുത്തരം ബേസിക്കലി ഒരു മലയാളിയുടെ ലൈഫിലുള്ള എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം കൂടെ ഞാൻ അതിനോട് ആഡ് ചെയ്യുന്നു. ഈ സിനിമ നിങ്ങൾക്ക് കണക്റ്റ് ആവണമെന്ന് ഞാൻ പേഴ്സണലി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പൊ ജനഗണമനെ കുറിച്ച് ഞങ്ങളത് പറയില്ല, കണക്റ്റ് ആവണേ എന്നുള്ളത്. കണക്റ്റ് ആവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കാരണം ഇത് അങ്ങനെ ആ ഒരു പ്രാർത്ഥന ഞങ്ങൾക്കുള്ളൂ. നിങ്ങൾക്കിത് കണക്റ്റ് ആവണേ എന്നുള്ള പ്രാർത്ഥനയുള്ള സിനിമ. അതല്ലാതെ ഈ സിനിമ കണ്ട് പ്രബുദ്ധരാവാം, ഒരു സിനിമയും കണ്ട് പ്രബുദ്ധരാവാം, അതില്ല. കണക്റ്റ് ആയാൽ ഓക്കെയാണ്, വി ആർ റെഡി. നമുക്കറിയാം നിവിനും ചേട്ടനും ഉണ്ട്, അതുപോലെ തന്നെ ധ്യാനും ഉണ്ട്. അപ്പം മലയാളികൾക്ക് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഫ്രണ്ട്ഷിപ്പ്. ഇപ്പോൾ നമ്മൾ മലയാളി എന്ന് പറയുമ്പോൾ മുണ്ട്, ഷർട്ട്, റീബാൻ ഗ്ലാസ്, നമ്മുടെ കൂട്ടുകെട്ട്. അപ്പം അതുപോലെ കൂട്ടുകെട്ടിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സിനിമയായിരിക്കും ഈ മലയാളി ഫ്രം ഇന്ത്യ. ഇപ്പം ഇവരുടെ കോംബോ ആദ്യമായിട്ടാണ്. അല്ല, എല്ലാം നീ പറഞ്ഞില്ല. ഇനിയിപ്പോൾ നമ്മൾ കടമെടുക്കാൻ പോകുന്ന ഓരോ വാക്ക് അത് നിനക്ക് കണക്റ്റ് ആയിട്ടുള്ളതാണ്. കൂട്ടുകെട്ട്, സൗഹൃദം, അല്ലെങ്കിൽ എന്താ പറയുക, എല്ലാം, അഹങ്കാരം, ഇതെല്ലാം നമ്മളുടെ വികാരമല്ലേ. ഇതേപോലെ നമുക്ക് എല്ലാ രീതിയിലും കണക്റ്റ് ആണ്. സൗഹൃദം മാത്രമല്ല, എല്ലാം ഉണ്ട്. ചെറിയ വികൃതി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പകുതി പ്രായം പെണ്ണിൻ്റെ പുറം നടക്കില്ല. അതാണ് ഞാൻ പറയാം, എല്ലാം അടങ്ങുന്ന കുറേ ഇമോഷൻസ് ഉള്ള ഒരു ക്യാരക്ടറാണ് ആൽപ്പറമ്പിൽ ഗോപി. അയാളും അയാളുടെ സുഹൃത്തായ മൽഘോഷ്. സുഷിൻ ശ്യാമെല്ലാം ഇത്രയും പോപ്പുലറായി നിൽക്കുന്ന സമയത്ത് ജെയ്ക്സ് വിജയനെ കൊണ്ടുവരാൻ എന്താ കാരണം? അത് ബേസിക്കലി ജെയ്ക്സ് വിജയനെ കൊണ്ടുപോകുന്നല്ല. അദ്ദേഹം, ഞാൻ ക്വീൻ ചെയ്ത സമയത്ത് ജെയ്ക്സ് ആയിരുന്നു. അപ്പം എൻ്റെ ആ സമയം മുതൽ ഞാൻ ബേസിക്കലി മ്യൂസിക് ഡയറക്ഷൻ ആഗ്രഹിച്ച് നടന്ന ആളാണ്. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കര ഇൻസ്പയർഡ് ആയിരുന്നു ജെയ്ക്സിൻ്റെ മലയാളി എന്ന് പറഞ്ഞ ആൽബം. അങ്ങനെയാണ് ഞാനൊരു ആൽബം ചെയ്യാൻ ശ്രമിക്കുകയും ലാ കൊച്ചിൻ എന്ന് പറഞ്ഞൊരു ആൽബം ഒക്കെ ചെയ്താണ് വിനീതേട്ടനെ പാടിപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ ജെയ്ക്സിലൂടെ ഞാൻ വന്ന് ഞങ്ങൾ ഭയങ്കരമായിട്ട് കംഫർട്ടബിളായി. അപ്പോൾ അതിനുശേഷം ജെയ്ക്സ് തന്നെയാണ് ക്വീൻ ചെയ്തത് ജനഗണമനയും ഈ പറഞ്ഞ പോലെ നമ്മളെ മലയാളി ഫ്രം ഇന്ത്യ. അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ അതൊരു സൗഹൃദമാണ്. ഞങ്ങളൊരു ആസ് എ ടീം വർക്ക് ആവുന്നുണ്ട്, എല്ലാ രീതിയിലും കണക്റ്റ് ആവുന്നുണ്ട്. അതുകൊണ്ടാണ് സുഷിനെ എനിക്ക് ഭയങ്കര, നമ്മളെല്ലാം ഭയങ്കര ഇൻസ്പയർഡ് അല്ലേ സുഷിൻ്റെ വർക്ക്, മഞ്ഞുമേലിലേക്ക്. അപ്പോൾ ജെയ്ക്സും ഭയങ്കര ഇൻസ്പയർഡ്. ഞങ്ങൾ തമ്മിൽ ആ പാട്ടുകൾ കേൾക്കുകയും അപ്പോൾ നമ്മുടെ ലിസ്റ്റിലുള്ള മെയിൻ പാട്ടുകളൊക്കെ അതിനല്ലേ. പക്ഷെ ആസ് എ സിനിമ വരുമ്പോൾ ഞാനും ജെയ്ക്സും കുറച്ചും കൂടെ കണക്റ്റഡ് ആയതുകൊണ്ടാണ് ഞങ്ങൾ ആസ് എ ടീം വർക്ക് ചെയ്യുന്നത്. നീ ചേട്ടാ അവസാനം ചോദിക്കുകയാണ്. അപ്പം ഒരുപാട് എക്സ്പെക്ടേഷനും ഒരുപാട് സർപ്രൈസുകളുമായിട്ട് ഇനിയും നാളെ സിനിമ റിലീസ് ആകാൻ പോവാണ്. അപ്പം എന്താ ചേട്ടൻ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? അല്ല, ഷാരിസും എല്ലാവരും പറഞ്ഞ പോലെ ഈ സിനിമ എല്ലാവർക്കും കണക്ട് ആവട്ടെ, എല്ലാവർക്കും ഇഷ്ടപ്പെടട്ടെ. മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള പടമാണ്, മലയാളികളുടെ പടമാണ്. ഇതിനകത്ത് അതിൻ്റെ പ്രിമൈസും അതിൻ്റെ കഥയും ഈ എല്ലാം ഒരു രസകരമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. പ്രേക്ഷകർ തിയേറ്ററിലേക്ക് വരിക. നാളെ ബുധനാഴ്ചയാണ് ഡിജോ പറഞ്ഞത്. നമ്മൾ ബുധനാഴ്ച അങ്ങനെ പടങ്ങൾ റിലീസ് ചെയ്യാറില്ല, വേറെ പടങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മളൊന്ന് റിപ്പോർട്ട് ചെയ്ത്. പിന്നെ മെയ് 1
എല്ലാം വെച്ചിട്ടാണ് നാളെ റിലീസ് ചെയ്യുന്നത്. എല്ലാവരും തിയേറ്ററിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ നേരത്ത് തലകുനിച്ച് ഒരു മലയാളിക്കും ഇറങ്ങി വരേണ്ട ഒരു അവസ്ഥ ഉണ്ടാകില്ല എന്ന് പറഞ്ഞു. ആ കോൺഫിഡൻസ് നിവിൻപോളിക്കുണ്ടോ? മലയാളിയല്ലേ? അല്ല, ഡയറക്ടർ കാണുന്ന ഒരു പെർസ്പെക്റ്റീവിലല്ലല്ലോ ഞാൻ സിനിമ കാണാൻ. എനിക്ക് ഈ സിനിമ കണ്ട് എനിക്കൊരു തൃപ്തി കിട്ടിയിരുന്നു. രസമുണ്ടല്ലോ സിനിമ. നമ്മൾ പറഞ്ഞതിനേക്കാളും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആസ് എ ഫിലിം മേക്കർ അതിൻ്റെ ക്യാമറ വർക്ക് ആണെങ്കിലും എഴുത്താണെങ്കിലും എല്ലാം വളരെ രസകരമായിട്ട് ബ്ലെൻഡായിട്ട് വന്നിട്ടുണ്ട്. ലിജോയുടെ സ്റ്റേറ്റ്മെന്റ് പോലെ തന്നെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സൂപ്പർ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു നടിയെന്ന നിലയിൽ അങ്ങനെ ഒരു ഇത് വന്നു കഴിയുമ്പോഴത്തേക്കും വലിയൊരു ഉത്തരവാദിത്തമല്ലേ അനശ്വരയിലേക്ക് വരുന്നത്. അപ്പം അതിനെപ്പറ്റി എന്താണ് പറയാനായിട്ട്? തീർച്ചയായിട്ടും അതെ. ശരി, അപ്പം ചേച്ചി പറഞ്ഞ പോലെ ഒരു ഭാഗ്യനായിക എന്നൊന്നും ആ പട്ടൊന്നും ഞാൻ എടുത്തിടുന്നില്ല. ഒരു സിനിമ പൊട്ടിപ്പോകുന്നവരേ ഉള്ളൂ. സോ അങ്ങനെയൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. അതിൻ്റെ പിന്നിൽ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന, അതിൽ ജസ്റ്റ് ഒരു ചെറിയൊരു ഭാഗം മാത്രം എന്നൊരു ഉത്തരവാദിത്തം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ബട്ട് നല്ല സിനിമയുടെ ഭാഗമാവുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 സിനിമകളാണെങ്കിലും ഒക്കെ നല്ല ടീമിൻ്റെയും നല്ല സിനിമയുടെയും ഭാഗമാകാൻ പറ്റി എന്നുള്ളതാണ്. ഇപ്പം ഇതാണെങ്കിലും മലയാളി ഫ്രം ഇന്ത്യ ആണെങ്കിലും നല്ലൊരു ക്രൂ ആണിത്. സോ അങ്ങനെ നല്ല ടീമിൻ്റെ ഭാഗമാകുമ്പോൾ നല്ല സിനിമകൾ കിട്ടുന്നു എന്ന് ഞാനും കരുതുന്നു. നടികരുമായിട്ട് ക്ലാഷ് റിലീസ് ആണല്ലോ. അപ്പൊ നിവിനെങ്ങനെയാണ് നോക്കുന്നത്? അല്ല, നടികരായിട്ട് ക്ലാസ് റിലീസ് അല്ലല്ലോ. അത് 3-ാം തീയതി അല്ലേ? ഇത് 1-ാം തീയതി. അതല്ല ഞാൻ ആദ്യം വെച്ചത്. എല്ലാവരും നമ്മൾ ഒരുമിച്ച് വയ്ക്കുമ്പോൾ അതിന് കറക്റ്റ് ക്ലാഷ് വരുത്തുള്ളൂ. ഇത് അല്ല, എല്ലാ സിനിമയും വിജയിക്കട്ടെ. നടികരും അവർ വളരെ എഫേർട്ട് എടുത്ത് ചെയ്യുന്ന സിനിമയാണ്. വലിയ വലിയ വിജയങ്ങൾ നടികറിനുണ്ടാവട്ടെ, നമ്മുടെ സിനിമയും സ്വീകരിക്കട്ടെ. ഈ 2 പടവും മല്ലി പ്രേക്ഷകർ സ്വീകരിക്കട്ടെ. നമുക്ക് എല്ലാ സിനിമയും ചെയ്യാം. ടോവിനോട് അടുത്ത സിനിമ ഞാനാണ് നിർമ്മിക്കുന്നത്. എൻ്റെ അടുത്ത് ഇറങ്ങുന്നത്. അപ്പം ഉറപ്പായിട്ട് അതും വിജയിക്കണമല്ലോ. എല്ലാ സിനിമകളും വിജയിക്കണം. എല്ലാ സിനിമകളും നന്നായിട്ട് പൊക്കൊണ്ടിട്ടിരിക്കണം. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ടോവിനോടെ പടം പരാജയപ്പെടാനായിട്ട് ആഗ്രഹിക്കത്തില്ലല്ലോ. അപ്പോൾ ആ വാശി വേണം. ഇപ്പോൾ ഒരേ സമയം തന്നെ പ്രൈമലും ഇറങ്ങി, അന്വേഷിപ്പിക്കേണ്ടത് ഇറങ്ങി, പ്രമേയം ഇറങ്ങി, മഞ്ഞുമേൽ ബോയ്സ് ഇറങ്ങി. എല്ലാ പടവും ഹിറ്റാണ്. ഇവിടെ അതിന് അത്രയും സ്പേസ് ഉണ്ട്. 800-ഓളം തിയേറ്ററുകളുണ്ട്, സ്ക്രീനുകളുണ്ട്. നമുക്ക് അതിനകത്ത് 100-200 സ്ക്രീനുകൾ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ബാക്കി മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് എല്ലാ സിനിമകളും ഹിറ്റാണ്. അപ്പോഴേ കോമ്പറ്റീഷൻ വരും. കോമ്പറ്റീഷൻ വരുമ്പോഴേ നമുക്ക് വീണ്ടും വീണ്ടും ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പുതിയ പുതിയ പടങ്ങൾ എടുക്കാനായിട്ട് പറ്റുള്ളൂ. എനിവേ, ഈ പ്രസ് മീറ്റിൽ വളരെയധികം സന്തോഷം. ഇപ്പം ലിജോ പറഞ്ഞതുപോലെ ഒന്നല്ല, ഈ പടത്തിൽ ഒത്തിരി നല്ല കാര്യങ്ങളുള്ള ഒരു നല്ല അഭിമാനിക്കാൻ പറ്റുന്ന, ഇപ്പം എൻ്റെ പാൻഡ്രായ മാജിക് ഫ്രെയിംസിന് പോലും അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഒരു ആത്മസംതൃപ്തി നൽകുന്ന ഒരു സിനിമയായിരിക്കും. ആകെ പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ 50 ദിവസം 60 ദിവസം കൊണ്ടിട്ട് ഷൂട്ട് തീർക്കാന്ന് പറഞ്ഞിട്ട് 132 ദിവസം കൊണ്ടിട്ടാണ് ഷൂട്ട് തീർത്തത് എന്നുള്ളത് ഒഴിച്ചാൽ ബാക്കി സിനിമ പൂർണ്ണ സംതൃപ്തി തരുന്ന ഒരു സിനിമ തന്നെയാണ്. അവന് ടീസറിൻ്റെ അകത്ത് പോലും അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തു 36 ദിവസം എന്ന് പറഞ്ഞിട്ട് 86 ദിവസം നീ ഷൂട്ട് ചെയ്തവനാണെന്ന് നിവിനെ കൊണ്ട് പറയിച്ചു. അപ്പം ആൾക്കാർ വിചാരിച്ചു ഇത് 86 ദിവസം ഷൂട്ട് ചെയ്തുള്ളൂ. ഞാനിത് ബിസിനസ് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ ഭയങ്കര 130 ദിവസം ഷൂട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ അവൻ അവിടെ പറയിച്ചേക്കാണ് 86 ദിവസം കൊണ്ട് എടുക്കുന്നത്. അപ്പൊ അത്രയും ബുദ്ധിമാനായിട്ടുള്ള ഡയറക്ടറാണ് ഇത്. അതുകൊണ്ടിട്ട് സൂക്ഷിച്ചിടപെടുക. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോൾ ഈ സിനിമ ചെയ്യാൻ എല്ലാവരും ആ കഥയിലും ആ ഇമോഷൻ്റെ ഒപ്പം നിന്നവരാണ്. പ്രൊഡ്യൂസർ ആയാലും ഹീറോ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും ക്യാമറമാൻ ആണെങ്കിലും ഇത്രയും നാളത്തെ ആ ഒരു ജേണിയാണ് ഞങ്ങളുടെ സിനിമ. അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്ലാഷ് റിലീസിന് ഒന്നും ഒരുക്കാതെ നമ്മളെല്ലാവർക്കും വളരെ സ്പേസ് കൊടുത്തത്. നമ്മൾ അവർക്കും വിഷ് ചെയ്തിട്ടാണ് ഞാൻ തുടങ്ങിയത് പോലും. അപ്പോൾ ഈ സിനിമ നാളെ നിങ്ങളുടെ മുമ്പിൽ എന്ന് വെച്ചാൽ പ്രസ് മീറ്റിൻ്റെ ഒറ്റ ഉദ്ദേശമുള്ളൂ. ബുധനാഴ്ച ആണ് നമ്മുടെ മലയാള സിനിമ, മലയാളി ഫ്രം ഇന്ത്യ ആണ്. അപ്പം എല്ലാ മലയാള സിനിമയ്ക്കും നമ്മൾ കൊടുത്ത സ്വീകാര്യതയും അത് വളരെ ഇമോഷണലി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഈ സിനിമ കാണണം, വിജയിപ്പിക്കണം. താങ്ക് യു.